ഭാഗവതത്തിന്റെ ലക്ഷ്യമാണ് ആദ്യത്തെ കഥയിൽ. അപ്പൊ ഈ ഒരു ബോധം വെച്ചുകൊണ്ട് വേണം ഭാഗവതം കേൾക്കാൻ. പിന്നീട് അങ്ങനെയുള്ള ഈ ഭാഗവതത്തെ എങ്ങനെ കേൾക്കണം? എങ്ങനെയും കേട്ടാൽ മതിയോ? പറ്റില്ല. ആ ഭാഗവതം എങ്ങനെ കേട്ടാൽ ഈ പറയുന്ന ഗതിയിലെത്താം, അത് പറയേണ്ടിയിട്ടാണ് മഹാത്മ്യത്തിലെ രണ്ടാമത്തെ കഥ. ഏതാണ്? അറിയോ? കഥ കേട്ടിട്ടുണ്ടോ? അറിയാവുന്നതാണെങ്കിൽ പറയണില്ല. ധുന്ദുഗിരി കേട്ടിട്ടുണ്ടോ? ധുന്ദുലി, ധുന്ദുകാരി, ഗോകർണം കേട്ടിട്ടുണ്ടോ? എന്നാ കേട്ടോ. ഇപ്പോൾ ഒരിക്കൽ ആത്മദേവൻ എന്നു പേരുള്ള ഒരു, ഞാൻ ചുരുക്കിയ പറയുന്നത് കേട്ടോ, ആത്മദേവൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് പത്നി ഉണ്ടായിരുന്നു. പത്നിയുടെ പേരായിരുന്നു ധുന്ദുലി. പേരൊക്കെ പറയാൻ ഇത്തിരി നാക്കൊക്കെ വടിക്കണം, എന്നാലൊക്കെ ധുന്ദുലി. ആ ആത്മദേവനും ധുന്ദുലിയും കൂടെ ഇങ്ങനെ ഗൃഹത്തിൽ കഴിയുന്നു. കാലം എത്രയൊക്കെ ആയിട്ടും ഇവർക്ക് സന്താനങ്ങളില്ല. ഇദ്ദേഹത്തിന് ആകെപ്പാടെ സങ്കടമായി. സന്താനമില്ലാത്തവന്റെ അവസ്ഥ എന്താണ്? അങ്ങോട്ടുള്ള പാസ്പോർട്ട് പോലും കിട്ടുകയില്ലെന്ന. എങ്ങോട്ട്? മോക്ഷത്തിലേക്ക്. ഇന്നത്തേക്ക് വെയ്പ്പങ്ങനെ. അതുമാത്രമല്ല, അദ്ദേഹത്തിന് സങ്കടം. അദ്ദേഹം ഒരു പശുവിനെ പിടിച്ചു വളർത്തിയാൽ അത് പ്രസവിക്കത്തില്ല. ഒരു മാവ് നട്ടാൽ അതിലെന്തുണ്ടാവില്ല? മാങ്ങ ഉണ്ടാവില്ല. അപ്പൊ ഏത് കർമ്മങ്ങൾ ചെയ്താലും അദ്ദേഹത്തിന് ഫലം. അങ്ങനെ വിഷമിച്ച് ആകപ്പാടെ പലരും കളിയാക്കാനും തുടങ്ങി. ഇദ്ദേഹത്തിനെ വന്ധ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ കളിയാക്കുകയൊക്കെയായി. ആകപ്പാടെ വിഷമിച്ചിട്ട് ഈ ആത്മദേവനോട് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, എന്താണ്, നേരെ ആത്മഹത്യ ചെയ്തേക്കാം എന്ന് കരുതിക്കൊണ്ടിട്ട് ഒരു നദീതീരത്തേക്ക് ചെല്ലുകയാണ്. ആത്മഹത്യയ്ക്കൊരുങ്ങി അദ്ദേഹം തൻ്റെ ജീവിതം ഉപേക്ഷിക്കാൻ തുടങ്ങുമ്പോഴാണ്, എവിടെ നിന്നാണെന്നറിയത്തില്ല, അവിടെ ഒരു സിദ്ധൻ എത്തി. ആ സിദ്ധനോട് ചെന്ന് തൻ്റെ അവസാന നിമിഷം എന്നുള്ള നിലയിൽ നേരെ സിദ്ധൻ്റെ അടുക്കൽ ചെന്ന്, എനിക്ക് ഇതുപോലെ മക്കളൊന്നുമില്ല, ഞാനിവിടെ മരണിക്കാനായിട്ട് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് എൻ്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം നോക്കി പറഞ്ഞിട്ട്, നിനക്ക് അതിനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ലല്ലോ സന്താനങ്ങൾ ഉണ്ടാവാൻ. അതല്ല എനിക്കുണ്ടാണ്, നിന്റെ കൈ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. കൈ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ആത്മദേവ, നിനക്ക് ഈ ജന്മമല്ല, വരുന്ന 7 ജന്മവും ഏതുണ്ടാവാൻ പോണില്ല. ഇതൂടെ കേട്ടപ്പോൾ ആർക്ക് സങ്കടമായി? ആത്മദേവൻ. അവസാനം ആരുടെ കാലേ വീണു? ഈ സിദ്ധന്റെ. പറഞ്ഞു, അങ്ങേ ഞാൻ ഇവിടുന്ന് വിടണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ആരെ തരണം? എനിക്കൊരു സന്താനത്തെ, അപത്യത്തെ തന്നെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്നും വിടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കാൽക്കലൊക്കെ വീണു. അവസാനം സഖികെട്ട് പോകണ്ടേ, ഊരി പോകണ്ടേ. അവസാനം സിദ്ധൻ ഒരു മാമ്പഴം എടുത്ത് മന്ത്രം ഏതാണ്ടൊക്കെ ചൊല്ലിയിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ഇത് കൊണ്ടുപോയിട്ട് നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കുക, അവളിത് കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ 10-ാം മാസം ഇവൾ ആരാവും? ഗർഭിണിയായി പ്രസവിക്കും. ഇതിൽ പരം സന്തോഷം ആർക്കില്ല? ആത്മദേവന് വാങ്ങിയെടുത്തുകൊണ്ട് ഓടുകയാണ് ആറടുക്കലേക്ക്. തൻ്റെ പത്നിനടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇതെത്രയും വേഗം കുളിയെല്ലാം കഴിഞ്ഞ് കഴിക്കുക, സിദ്ധൻ തന്നതാണ്, യാതൊരു സംശയവുമില്ല, സന്താനങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് പാപം ഈ സന്തോഷ വർത്തമാനം, ആ സന്തോഷത്തിന് അങ്ങനെയാണല്ലോ പണ്ടും ഉണ്ടായിരുന്നു. അപ്പം ഈ ഏർപ്പാട് എന്തോ ആർക്കാണ്ട് കമ്പനി കൂടാനായിട്ട് ആര് പോയി? ആത്മദേവൻ പോയി. ഈ സമയത്ത് മാമ്പഴമായിട്ട് ആര് നിൽക്കുക? ധുന്ദുലി. ഓർത്തു, യാതൊരു സംശയവും ഇല്ല, ഈ പഴം തിന്നാൽ ഉറപ്പാണ് ഞാൻ എന്താവും? ഗർഭിണിയാവും. ഇപ്പം തന്നെ വയസ്സ് 52 നല്ല വലിപ്പവും തടിയൊക്കെയായി. ഈ പഴം ചെന്നു കഴിഞ്ഞാൽ പിന്നീട് ഗർഭിണി പ്രായവും ശാരീരിക ബുദ്ധിമുട്ടും വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല, ഓരോ ദിവസം ചെല്ലുന്തോറും ഈ ഗർഭം വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് നടക്കാനോ ഇരിക്കാനോ പറ്റാതെ വരും. ഇനി അതൊന്നുമല്ല, ഇതെങ്ങാനും പ്രായം ഇത്രയായി പ്രസവിക്കാൻ അല്ലെങ്കിൽ ഗർഭിണിയാകുകയാണെങ്കിൽ ഈ സാധനം വയറ്റിൽ കിടക്കുന്നത് തലതിരിഞ്ഞെങ്ങാനുമാണ് കിടക്കുന്നെങ്കിലോ ഈ ശിശു പുറത്തേക്ക് വരില്ല. അതോടുകൂടി 6 പണി തീരും, എൻ്റെ പരിപാടി തീരും. അതും സഹിക്കാം. ഞാൻ ഗർഭിണിയായി കഴിഞ്ഞാൽ പണ്ടത്തെ വ്യവസ്ഥയനുസരിച്ച് 6 മാസം കഴിഞ്ഞാൽ എങ്ങോട്ട് കയറും അറിയോ? അതിന് പറയുന്ന ഈറ്റില്ലെന്നാണ്. ഇപ്പൊ നമ്മൾ അതിന് പറയുന്ന പേര് ലേബർ റൂം എന്നാണ്. പല വ്യത്യാസമുള്ളൂ. അത് പക്ഷെ തലേ ദിവസമേ ഉള്ളൂ. ഏതിനാ? പ്രസവത്തിന്. പിന്നെ അനസ്തേഷ്യയൊക്കെ കൊടുത്ത് ബോധമില്ലാതെ, അതിനൊരു പേര് എന്താന്ന് പറയും,
സിസേറിയൻ. ഇപ്പൊ മിക്കവാറും ഉണ്ടാകുന്ന ഏതാ? സിസേറിയൻ. എന്താ കാര്യം? അപ്പോൾ ഈ സിസേറിയൻ നടക്കുമ്പം അമ്മ എങ്ങനെ കിടക്കുന്നത്? ബോധമുണ്ടോ? ബോധമില്ലാതെയാണ് അമ്മ കിടക്കുന്നത്, ഒന്നും അറിയുന്നില്ല. അതുകൊണ്ട് സിസേറിയൻ വഴി ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പിള്ളേരും ഏതുപോലായി? ബോധമില്ലാത്തവന്മാരായി പോയി. മനസ്സിലായി? ഏതായാലും ഈ സമയത്ത് ഞാൻ 6 മാസം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വീട് ഭരിക്കാൻ ആര് വരും? നാത്തൂൻ വരും. ഇവിടുത്തെ മുഴുവൻ ആരടിച്ചോണ്ട് പോകും? അവള് മുഴുവൻ. അപ്പൊ അന്നേ ഉണ്ട് ഏതുപോലെ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പണ്ടേ ഉള്ള, ഇത് ഇങ്ങനെ പോവുള്ളൂ. ഈ നാത്തൂൻ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഇത് പറ്റി എന്ത് ചെയ്യുമെന്ന് എറിഞ്ഞിരിക്കുമ്പോഴാണ് ഇവിടെ അനിയത്തി വന്നത്. അനിയത്തി വന്നപ്പോൾ ഇവള് സങ്കടം. അന്നൊരു കാര്യം ചെയ്യും, നീ ആ പഴം കഴിക്കണ്ട, ദേ ഞാൻ ഇപ്പൊ ഗർഭിണിയാണ്, ഇങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് ഇപ്പം 5-8 10 അവിടെ, അങ്ങേർക്ക് വലിയ ചെലവിന് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ചെയ്യും, ഇന്ന് മുതൽ നീ എന്ത് ചെയ്യണം, പതുക്കെ ഗർഭിണിയായിട്ട് അങ്ങ് അഭിനയിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം, ഗർഭിണിയായിരിക്കണം. ആ സമയത്ത് തന്നെ എൻ്റെയും ഗർഭമുണ്ട്, ഞാൻ അവിടെ എന്ത് ചെയ്യും, പ്രസവിക്കും. ആരും അറിയാതെ എൻ്റെ ഭർത്താവിന് കാശ് കൊടുക്കാമെങ്കിൽ രാത്രിയിൽ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും. എന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞോളാം, എനിക്ക് ജാവിള്ളയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയും ഊരിക്കോളാം, നിനക്ക് കൊച്ചിനെയും കിട്ടും, നീ ഈ പഴവും തിന്നണ്ട, പിന്നെ നീ പ്രായം ചെന്ന് പ്രസവിക്കുന്നതായതുകൊണ്ട് നിന്റെ സ്തന്യങ്ങളിൽ സ്തന്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് എന്നെ വിളിപ്പിച്ചാൽ മതി. അപ്പം ഞാൻ കൊച്ചിന് വന്ന് എന്ത് കൊടുത്തോളാം, പാലുമൊക്കെ കൊടുത്തോളാം. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് ഈ കാര്യമൊക്കെ പെട്ടെന്ന് നടക്കും. ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഇവളെന്ത് ചെയ്തു, ഈ പഴം എടുത്ത് നേരെ പശുക്കൂട്ടിലേക്ക് എറിഞ്ഞു. അവിടെ ഒരു പശു ഉണ്ടായിരുന്നു, അതെടുത്ത് എന്ത് തിന്നു, പഴവും തിന്നു. അങ്ങനെ സംഗതികളെല്ലാം 7 മാസം 6 മാസം ആയപ്പോഴത്തേക്ക് ആത്മദേവൻ ഇതിൽ പരം സന്തോഷമില്ല. ഭാര്യ ഗർഭിണി, അവൾ തുണിയൊക്കെ വെച്ച് കെട്ടി റെഡിയായിരിക്കുക. അതേപോലെ തന്നെ തൻ്റെ വീട്ടിലെ പശുവും ഇതിൽ പരം സന്തോഷമില്ല. അങ്ങനെ അവളും ഈ ലേബർ റൂമിൽ കയറി ഇവിടെയായി. 10 മാസം ആയപ്പോൾ അവിടെ പ്രസവിച്ചു. അവൾ പറഞ്ഞു ആൺകുട്ടിയാണെന്ന്. അപ്പോഴത്തേക്ക് മറ്റവൾ കൊണ്ടുവന്ന് ഇവിടെ കുട്ടിയെ കൊടുത്തു. അതേ ദിവസം തന്നെ ഗോകർണന്റെ പശുവും പ്രസവിച്ചു. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായത് 1-ാം തരം മനുഷ്യക്കുട്ടിയാ. അയ്യോ, പശു പ്രസവിച്ചാൽ മനുഷ്യക്കുട്ടിയാവുമോ? എന്നോട് ചോദിച്ചിട്ടൊരു കാര്യവും ഇല്ല. അത് വ്യാസൻ അങ്ങനാണ് എഴുതിയിരിക്കുന്നത്. ഉണ്ടായത് ഒരു മനുഷ്യക്കുട്ടി. പക്ഷെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു, ഇവന്റെ ചെവി പശുവിന്റെ ചെവിയായിരുന്നു, നീണ്ട ചെവി. അതുകൊണ്ട് ഈ കാതുകൾ ഉള്ളവനായതുകൊണ്ട് ഉണ്ടായ ഈ കുട്ടിക്ക് ഗോകർണൻ എന്ന പേര് കൊടുത്തു. ഉണ്ടായ ദുന്ദുലിയിലുണ്ടായ പുത്രനും അതിന് ചേരുന്ന പേര് വേണ്ടേ കൊടുക്കാൻ? അങ്ങനല്ലേ പേരൊക്കെ ഇപ്പം. പക്ഷെ ഇപ്പോഴത്തെ പേരും ആളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഉണ്ടോ? ഒരു ബന്ധവുമില്ല. ഏതായാലും എന്താണ്, ഈ കുട്ടിക്ക് എന്ത് കൊടുത്തു? ഗോകർണൻ എന്ന് പേര് കൊടുത്തു. അപ്പുറത്ത് അനിയത്തിയുടെ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് നാമകരണം ചെയ്തു. അതിന് നാമകരണം ചെയ്തു ധുന്ദുകാരി എന്നായിരുന്നു. എന്തുവാ ഒന്നുണ്ടെന്ന് പറഞ്ഞ്? ദുന്ദുലിയും ധുന്ദുകാരിയും. ഏതായാലും കുട്ടികൾ അവിടെ വളർന്നു. ഗോകർണൻ സകലവിധ ജ്ഞാനങ്ങളും നേടി വളരുകയാണ്. ധുന്ദുകാരിയോ ഇതിന്റെ നേരെ വിപരീതം. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷഠനായിട്ട് മൂഢനായിട്ട് വൃത്തികെട്ട് ആ സംസ്കാരത്തോടുകൂടി വളർന്നു വരികയാണ്. അനിയനായ ഗോകർണൻ ഉൾപ്പെടെ ഇവനെ നന്നാക്കാൻ ശ്രമിച്ചു നടക്കുന്നില്ല. അവസാനം ഈ ആത്മദേവൻ പരിതപിക്കുകയാണ്. ഒരു കണക്കിന് പിള്ളാരില്ലാത്തവരാണ് ലോകത്ത് ഭാഗ്യവാന്മാര്. പിള്ളാരുള്ളവരാണോ ഭാഗ്യവാന്മാര്, പിള്ളാരില്ലാത്തവരാണോ? പക്ഷെ ഇവിടെ പറഞ്ഞത് ഒരു കണക്കിന് ജീവിതത്തിൽ ശ്രേഷ്ഠത ചെയ്തവരാണ് സന്താനങ്ങളില്ലാത്തവരെന്ന. കാരണം അവർക്ക് ഒരു ദുഃഖം അനുഭവിച്ചാൽ മതി, മക്കളില്ല എന്നുള്ള ദുഃഖം അനുഭവിച്ചാൽ മതി. മക്കളുള്ളവരോ, മക്കൾ ഉണ്ടായിട്ട് ആ മക്കൾ നശിച്ചു കാണുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖവും ഈ ദുഃഖവും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തിക്കേ. ഏതാ വലുത്? മക്കള് ഇല്ലാതിരിക്കുന്ന ദുഃഖം
ഒരു ദുഃഖമേ അല്ല. സ്വന്തം മകൻ നശിച്ച 6 മണിക്ക് സ്വന്തം അച്ഛൻ തോളയിലിട്ടുകൊണ്ട് വരുന്ന ഒരു മകനെ അമ്മ വീട്ടിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം, അത് ശരി. എന്നിട്ട് അദ്ദേഹം തന്നെ പറയാം, അല്ല, ഏറ്റവും നല്ലത് സന്താനങ്ങൾ മോശമുള്ള ഉള്ളവരാ. കാരണം എന്താ? സന്താനങ്ങൾ മോശമാകുന്നവരെ ആരെ വിളിക്കൂ? ഭഗവാനെ. നല്ല സന്താനങ്ങളുള്ളവർ അങ്ങനെ കയറി ഭഗവാനെ വിളിക്കുവോ? നേരെ മറിച്ച് മോശപ്പെട്ട് നടക്കുന്ന ഒരുത്തൻ വീട്ടിലുണ്ടെങ്കിൽ ആ അച്ഛൻ വേണേ 2 മാസം നേരെ വന്ന് കുളത്തിൽ മുങ്ങിയിട്ട് എവിടെ ശയനപ്രദക്ഷിണം നടത്തും. അപ്പോ ഭഗവാനോട് അടുപ്പിക്കുന്നത് നല്ല പുത്രനാണോ മോശം പുത്രനാണോ? അതുകൊണ്ട് കഥപത്യം വരം മന്യേ സതപത്യാശുചാം പദാത്. ഒരു കണക്കിന് ഏതാ നല്ലത്? ഈ ദുഷിച്ച പുത്രൻ ഉള്ളതാണ്. കാരണം എന്താ? അവനാണ് ആ അച്ഛനെ എങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നത്? ഭഗവാൻ. ഇപ്പൊ അങ്ങനെയും പറയും, ആരാണോ, ഏത് മകനാണോ തൻ്റെ അച്ഛനെ ഈശ്വരങ്കിലേക്ക് അടുപ്പിക്കുന്നത് അവനാണ് പുത്രൻ. ഭാര്യ എപ്പോഴാണ് ഭാര്യയാകുന്നത്? തൻ്റെ ഭർത്താവിനെ ഈശ്വരങ്കിലേക്ക് നയിക്കുമ്പോൾ. ഭർത്താവാകുന്നത് ഭാര്യയെ ഈശ്വരങ്കിലേക്ക് നയിക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഈ മോശംകാരനല്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, വീട്ടിൽ 2-3 എണ്ണം ഉണ്ടെങ്കിൽ 3ഉം കുഴപ്പമില്ലെങ്കിൽ ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവതിയോട് പ്രാർത്ഥിക്കണം, 3ഉം നല്ലതാ. അതുകൊണ്ടാണ് ഞാൻ അധികം വരാത്തത്. ഈ കൂട്ടത്തിൽ ഒരെണ്ണത്തിനെ എന്താക്കി തന്നാൽ മതി, കുഴപ്പക്കാരനാക്കിയാൽ ഞാൻ എന്നും എവിടെ വരും? അപ്പോൾ ഏതായാലും ഇദ്ദേഹം പ്രാർത്ഥിച്ചു. സഹി കെട്ടിട്ട് ആത്മദേവൻ വീട് വിട്ടിറങ്ങി. ഗോകർണൻ പറഞ്ഞു, പൊയ്ക്കൊള്ളുക. ഗോകർണനും ജ്ഞാനമെല്ലാം നേടിയിട്ട് തപസ്സിനായിട്ട് ഗോകർണനും വീട് വിട്ടുപോയി. പിന്നെ തുന്തുലിയും തുന്തുകാരിയുമായി നോക്കുക, വിതച്ചതേ കൊയ്യൂ. ആരാണിതിന് മുഴുവൻ കള്ളത്തരം കാണിച്ചത്? അങ്ങനെ ഇവൻ അവിടെ കഴിയുകയാണ്. പുറത്തുള്ള ബാഹ്യത്തിലുള്ള സ്ത്രീകളുമായിട്ടും ഒക്കെ ബന്ധമായി, അങ്ങനെ അഭിസാരികളുമായുള്ള കൂട്ടായി അവരെ സന്തോഷിപ്പിക്കാൻ തൻ്റെ ബ്രാഹ്മണന് പറഞ്ഞിരിക്കുന്നതായ കർമ്മങ്ങളെയൊക്കെ കളഞ്ഞ് നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ധനസമ്പാദനം ചെയ്തു പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഈ സ്ത്രീകൾ പറഞ്ഞു ദുന്തുകാരിയോട്, ഇന്നിടത്ത് കുറെ മുതലിരിപ്പുണ്ട്, അത് പോയി ഇന്ന് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ പോയി നേരെ എന്ത് ചെയ്തു? ഇത് മുഴുവൻ കവർന്നെടുത്തു കൊണ്ടുവന്ന് ഈ 2 സ്ത്രീകൾക്കും കൂടി കൊടുത്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത്രയധികം മുതൽ വന്നിരിക്കുന്നു, ഇതിൻ്റെ പിന്നാലെ ആര് വരും? പോലീസ് പടയിങ്ങെത്തും, കൊട്ടാരത്തിലെ സേവകന്മാർ വരും. അതുകൊണ്ട് നമുക്ക് മുതലും പോകും, ഇയാളെയും പോകും. ഒരു കാര്യം ചെയ്യാം, ഇവൻ ഉറങ്ങിക്കിടക്കുമ്പം പരിപാടി ചെയ്യാന്ന് പറഞ്ഞു. ഇവരെന്ത് ചെയ്തു? നേരെ എന്ത് ചെയ്തു? ഇയാളെ കട്ടിലേലോട്ട് അങ്ങോട്ട് പിടിച്ച് കെട്ടി അങ്ങോട്ട് ഇട്ടു. അതിനിടയ്ക്ക് വേറെ സംഭവം കൂടെ നടന്നു. ഒരു ദിവസം ഇയാള് തൻ്റെ അമ്മയുടെ അടുക്കൽ ചെന്ന് പണം ചോദിച്ചു. അവർ പറഞ്ഞു ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് ഈ തുന്തുകാരി തൻ്റെ മാതാവായ തുന്തുലിയെ പിടിച്ച് എവിടെ ഇട്ടുന്ന കിണറ്റിലിട്ട് കൊന്നു. എന്നിട്ട് അവിടെ നിന്ന് ചെമ്പും പാത്രവും ഒക്കെ ഓന്നൊന്നും വെക്കണ്ട, നമ്മൾ പത്രത്തിൽ ഇപ്പം എന്നും വായിക്കുന്നതാണ്. അതുകൊണ്ട് അത് വലിയ അപ്പോൾ ഇത് പണ്ടേ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. നമ്മൾ എന്തിനാ ഇതൊക്കെ നടക്കും എന്ന് എഴുതി വെച്ചു, ഇന്ന് നടക്കുന്നുകൊണ്ട്. ഇതേ കാരണത്തിൽ കൊല്ലുന്നില്ലേ? എത്ര എണ്ണമാ കഞ്ചാവ് അടിച്ചിട്ട് വന്ന് കൊല്ലുന്നത്? അപ്പം അത് നടക്കും, അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. പണ്ട് ഇത് എഴുതി വെച്ചു. ആ അമ്മയെ കൊന്നു, അതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി. അവസാനം ഇതെല്ലാം ഈ സ്ത്രീകളെ സന്തോഷിപ്പിക്കാനാണ്. അവസാനം ഇവരെല്ലാവരും എന്ത് ചെയ്തു? ഇവർ 2 പേരും കൂടെ ഇവളെ വരിഞ്ഞു കെട്ടി കട്ടിലിൽ. എന്നിട്ട് എന്ത് ചെയ്തു? വീട്ടിൽ കിടന്ന തീക്കനലുകൾ ഇയാളുടെ ദേഹത്തൊക്കെ വാരിയിട്ടു. അവിടെ കിടന്ന് നീറിയാണ് ആര് ചാകുന്നത്? തുന്തുകാരി. എന്നിട്ട് വീടിനകത്ത് തന്നെ എന്ത് ചെയ്തു? ഒരു കുഴി ഒഴിച്ച് ഇവനെ അതിനകത്ത് മറവ് ചെയ്ത് എന്ത് ചെയ്തു? ചാണകവും മെഴുകിയിട്ടിട്ട് അയലോക്കംകാരോട് പറഞ്ഞു, ഞങ്ങളുടെ ഭർത്താവ്, അയാൾ ഇടയ്ക്കിടയ്ക്ക് വീട് വിട്ട് പോകുന്നയാളുമാണ്, ഈ ദേശാന്തരം പോയിരിക്കുക, ഇനി 1 വർഷം കഴിഞ്ഞേ വരുവെള്ളെന്നാണ് പറഞ്ഞത്, എന്നാ ചെയ്യാനാ അയാളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇവർ സ്വത്തും എടുത്തുകൊണ്ട് പെണ്ണുങ്ങൾ എന്ത് ചെയ്തു? മുങ്ങി. അങ്ങനെ ആ കാലം കഴിഞ്ഞു. 2 പേര് അപ്പുറത്തേക്ക് തീർത്ഥയാത്രയ്ക്ക് പോയ ഗോകർണൻ ആരോ പറഞ്ഞറിഞ്ഞു തൻ്റെ സഹോദരൻ ഇതുപോലെ മരിച്ചു എന്നുള്ള വിവരമൊക്കെ അറിഞ്ഞു. അവിടെ വെച്ച് ഗയയില് പ്രയാഗില് എല്ലാം എന്ത് ചെയ്തു? ശ്രാദ്ധാദി കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ആർക്ക് വേണ്ടിയിട്ട്? അനിയന് വേണ്ടിയിട്ടുള്ള അതാണ് ഗയയിലാണ് ഏറ്റവും ശ്രേഷ്ഠമായി ശ്രാദ്ധകർമ്മം നടത്തേണ്ടെന്നാണ് പറയുക. അവിടെയൊക്കെ നടത്തി എല്ലാം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ
ഈ ഗോകർണൻ ആലോചിച്ചു, എത്ര നാളായല്ലോ നാട്ടിൽ നിന്ന് പോന്നിട്ട്, ആ നാടും വീടും ഒക്കെ ഒന്ന് പോയി കാണാം എന്ന് വെച്ചുകൊണ്ട് ആരും അറിയാതെ ഒരു ദിവസം രാത്രിയിൽ ഈ തൻ്റെ പഴയ ഗൃഹത്തിലെത്തുകയാണ്. അവിടെ അങ്ങോട്ട് കിടന്നൊരു 12 മണി കഴിഞ്ഞപ്പോഴാണ് അതിഭയങ്കരമായ അലറിച്ചയും വിളിച്ചയും കൂവലും ഒക്കെ കേട്ടുകൊണ്ട് ഗോകർണൻ ചാടി എഴുന്നേറ്റു. നോക്കുമ്പോൾ ഉണ്ടാണ് ഒരു പ്രേതം അവിടെ ഇങ്ങനെ കിടന്ന് അലറി നടക്കുകയാണ്. അപ്പം വെള്ളം തളിച്ചു. ആ സിദ്ധി കൊണ്ട് മനസ്സിലാപ്പിച്ചു, നീ ആരാണ്? നിന്റെ ചേട്ടനായ ആരാണ്? ദുന്ദുകാരിയാണ് ഞാൻ, ദുന്ദുകാരിയുടെ പ്രേതമാണ്. പക്ഷേ നീ എന്താ ഇവിടെ? അതെ, എനിക്ക് ഇതുവരെയും എന്ത് കിട്ടിയിട്ടില്ല? മോക്ഷം കിട്ടിയില്ല. നിനക്ക് മോക്ഷം കിട്ടിയില്ലേ? ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എവിടെയെല്ലാമാണ് ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്തത്, എന്നിട്ടും നിനക്ക് മോക്ഷം കിട്ടിയില്ലെന്നാണോ? പറഞ്ഞു, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടും എനിക്ക് ഇതുവരെയും മോക്ഷം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഏത് വിധേനയെങ്കിലും എനിക്ക് ഈ പ്രേതാവസ്ഥയിൽ നിന്ന് തന്നെ. അപ്പൊ പ്രേതം എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം ഒരിടത്തും സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റാത്ത, വായുവിലൂടെ ഇങ്ങനെ അടിച്ചടിച്ച് നടക്കുന്ന. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രേതം എന്ന് പറയുന്നത് ഏതാ? പ്രേതം എന്ന് പറഞ്ഞാൽ വെള്ള സാരി ഉടുത്ത് പുക കത്തിച്ച് പാട്ടും പാടിക്കൊണ്ട് വരുന്നതാണ് ഏത്? അത് പ്രേതമല്ല കേട്ടോ. പ്രേതം എന്ന് പറഞ്ഞാൽ ഇതവസ്ഥ, അതിന് എങ്ങും സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല, കാറ്റടിച്ച് ഇങ്ങനെ മാറും. അപ്പോൾ പറഞ്ഞു, ആട്ടെ ഞാൻ ഇതിനെന്തെങ്കിലും പരിഹാരം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രേതത്തിനെ അവിടെ നിന്ന് അയച്ചു. എന്താലോചിച്ചിട്ടും ഈ ഗോകർണന് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റു. അപ്പോഴാണ് കിഴക്കു നിന്നും ഉദിച്ചു വരുന്ന സൂര്യനെ കാണുന്നത്. മന്ത്രശക്തി ഉപയോഗിച്ച് സൂര്യനെ അവിടെ തടഞ്ഞു നിർത്തുകയാണ്. സൂര്യൻ എന്ന് പറഞ്ഞ ജ്ഞാനദേവതയാണ്. ചോദിച്ചു, ഇതിനുള്ള കർമ്മം ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? അപ്പോൾ പറഞ്ഞു, ഒറ്റ മാർഗമേ ഉള്ളൂ പ്രേതാവസ്ഥ മാറാൻ. ശ്രീമദ് ഭാഗവതം 7 ദിവസമായിട്ട് സപ്താഹത്തിലൂടെ ഈ പ്രേതത്തിനെ ശ്രവിപ്പിക്കുക. സന്തോഷമായി അന്ന് നേരെ എന്ത് ചെയ്യുകയാണ്? ഇതിനുള്ള സംഗതികളെല്ലാം നടത്തിക്കൊണ്ടിട്ട് യജ്ഞമണ്ഡപവും എല്ലാം തീർത്ത് ഇതേപോലെ ഒരുക്കങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ സപ്താഹം ആരംഭിക്കണം. പലരെയും വിളിച്ചു വരുത്തി ശ്രേഷ്ഠന്മാരായ ആളുകൾ എല്ലാവരും ഉണ്ട്. സനകാദികളാണ് എന്ത് ചെയ്യുന്നത്? ഈ സപ്താഹം നടത്തുന്നത്. അപ്പോൾ ഈ സപ്താഹത്തിന് പന്തലിട്ടതിൻ്റെ ഇതുപോലത്തെ തൂണ് മുള കൊണ്ടുള്ള തൂണായിരുന്നു. ഈ മുള കൊണ്ടുള്ള തൂണില് ഏറ്റവും അടിയിലത്തെ മുട്ടിൻ്റെ അവിടെ ഒരു ദ്വാരം ഉണ്ടായിരുന്നു. ഈ വണ്ട് തുളച്ചതാണ്. വണ്ട് കൂട് വെക്കുന്നത് എവിടെ? മുളയ്ക്കകത്താണ്. അങ്ങനെ ഈ തുള അവിടെ കണ്ടപ്പോൾ, സപ്താഹം തുടങ്ങിയപ്പോൾ ദുന്ദുകാരിയുടെ പ്രേതം എന്ത് ചെയ്തു? നേരെ ഈ ദ്വാരത്തിലൂടെ മുളയ്ക്കകത്ത് കയറിയിരുന്നു. കാരണം കാറ്റടിച്ചു. ഇപ്പോൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ദുന്ദുകാരി, ഇപ്പൊ നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ചിലപ്പോൾ ഇവിടെ കാണും. ഏത് കേൾക്കാൻ? ഭാഗവതം കേൾക്കാൻ. പക്ഷെ കയറുവാന്ന് എനിക്കറിയത്തില്ല, GI പൈപ്പാണ്. അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ ദ്വാരം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്തൊക്കെ വന്ന ഇരിപ്പുണ്ടാവും എന്നർത്ഥം. ഈ മുട്ടിനകത്ത് കയറിയിരുന്നു. ഒന്നാമത്തെ ദിവസം പാരായണം ചെയ്ത് കഥകളെല്ലാം കേട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ, ആദ്യത്തെ ദിവസം സമാപിച്ചപ്പോൾ മുളയുടെ ആദ്യത്തെ മുട്ട് പൊട്ടി. രണ്ടാമത്തെ മുട്ടിലേക്ക് ആര് കയറി? തുന്തുകാരി. 2-ാം ദിവസം തീർന്നപ്പോൾ രണ്ടാമത്തെ മുട്ട് പൊട്ടി. അങ്ങനെ 7 ദിവസങ്ങൾ കൊണ്ട് 7 മുട്ടും പൊട്ടി. ആ മുളയ്ക്കകത്ത് നിന്ന് തേജോ രൂപത്തോടു കൂടി ആര് പുറത്തേക്ക് വരികയാണ്? ഈ തുന്തുകാരിയുടെ പ്രേതം. സന്തോഷമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അവിടെ എന്താണ്? ഒരു ഹെലികോപ്റ്റർ വരികയാണ്. പക്ഷെ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, ആ ഹെലികോപ്റ്ററിൽ 1 സീറ്റ് ആയിരുന്നു. ഒരു സീറ്റുള്ള ഇതായിരുന്നു. ആരെ കയറ്റി? ഗോകർണനെ, ഈ ധുന്തുകാരിയുടെ ആ പുതിയ രൂപത്തെയും കയറ്റിക്കൊണ്ട് ഹെലികോപ്റ്റർ അവിടെ നിന്നും പൊങ്ങി നേരെ പോയി. അപ്പോഴാണ് അവിടെ കൂടിയിരുന്നവരൊക്കെ കൂടെ ഈ ഗോകർണനോട് പറഞ്ഞു, അതെന്നാ ഇടപാടാ? ഞങ്ങളുമൊക്കെ ഇവിടെ കേട്ടിട്ട് ഞങ്ങളെ ആരെയും ഏതിനകത്ത് കയറ്റിയില്ല, ഹെലികോപ്റ്ററിൽ കയറ്റിയില്ല. അതെന്തുകൊണ്ട്? അപ്പോഴാണ് പറഞ്ഞത്, ആ ഹെലികോപ്റ്ററിൽ കയറിപ്പോകാനുള്ള യോഗ്യത ആര് മാത്രമേ മേടിച്ചുള്ളൂ? ആര്? ദുന്ദുകാരി. കാര്യം എന്താ? എനിക്കിനി വേറെ ഒരു മാർഗവും ഇല്ല എന്നുള്ള തീവ്രമായ മനസ്സോടു കൂടി ഭാഗവതം ശരിയായിട്ട് കേട്ടത് ആര് മാത്രമേ ഉള്ളായിരുന്നു? ആ ദുന്ദുകാരിയെ ഉള്ളായിരുന്നു.
മറ്റവരൊക്കെ കേട്ടു എന്ന് വരുത്തി. അപ്പം 7-ാം ദിവസം ഇവിടെ ഹെലികോപ്റ്റർ വരണമെങ്കിൽ എങ്ങനെ ഇരുന്ന് കേൾക്കണം? ഇതിലൂടെ മാത്രമേ എനിക്ക് പരമപദം ആ തീവ്രമായ ഭാവത്തോടു കൂടി ഇരുന്ന് കേട്ടാൽ ഇവിടെ ഒന്നാന്തരം ബോയിങ് വരും, അല്ലെങ്കിൽ ഏതേ വരുള്ളൂ, അവർക്ക് പറ്റി. അതുകൊണ്ട് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് രണ്ടാമത് വാരി നടത്തുകയാണ്, ഒരു സപ്താഹം നടത്തി. പിന്നെ അവരെല്ലാവരും അതേപോലെ കേട്ട് അവരെയും കൊണ്ട് പോയി. എന്തിനിത് പറഞ്ഞു? 7 ദിവസം തലേദിവസം പറയുന്ന ഇത് ഇന്നലെ പറയണ്ട. ഇങ്ങനെ ഇരുന്നു വേണം ഏത് കേൾക്കാൻ. എനിക്ക് വേറെ മാർഗമൊന്നുമില്ല. ഭഗവാന്റെ ആ കഥയിലെ പൂർണ്ണമായി ലയിച്ചിരുന്ന്, അതാണ് സ്വാദ് പതേ പതേ എന്നാ പറയുക. ഓരോ പദത്തിലും സ്വാദാണ്. അതാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത. ഒരു വ്യാഖ്യാനമല്ല ഇതിനുള്ളത്, ആർക്കും എങ്ങനെയും വ്യാഖ്യാനിക്കാം. ഭാഗവതം ആ വിഷയം അല്ലെങ്കിൽ സംസ്കൃതം പഠിച്ചവരാണെങ്കിൽ ഒരു വാക്ക് തന്നെ വ്യത്യസ്തമായിരിക്കുന്ന സമാസങ്ങളിലൂടെ സമസിച്ച് പറയാം. അത്ര അതാണ് ഒരു പദം കിട്ടി ആ അർത്ഥം കിട്ടി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു അർത്ഥം എടുക്കരുതോ. ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ അർത്ഥതലങ്ങൾ മാറി മാറി വരുന്നതാണ്. അതുകൊണ്ട് ഓരോ പദങ്ങൾ കേൾക്കുന്നതും അതേ ഭാവത്തോടു കൂടി ഇരുന്ന് കേൾക്കണം. അപ്പൊ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ തീക്ഷ്ണമായ ഈ ഭാഗവതം മാത്രമേ ഇനി എനിക്കുള്ളൂ, വേറെ ആരും എൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. എനിക്ക് സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ആർജിച്ചെടുത്ത ഈ തരത്തിൽ നേടുന്ന പുണ്യങ്ങൾ 2 കാര്യങ്ങളായിരിക്കും നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. ഏതൊക്കെയാണെന്നറിയാവോ? നമ്മുടെ തിരിച്ചു പോകണ്ടേ? അതോ വേണമെന്ന് വേണ്ടയോ? ഇപ്പൊ എവിടുന്നാ ഇങ്ങോട്ട് വന്നത്? വീട്ടിൽ നിന്നാ. തിരിച്ചങ്ങോട്ടാ പോകേണ്ടത്? വീട്ടിലേക്കാ. വീടെന്ന് പറഞ്ഞ അർത്ഥം എന്താ? വീടെന്ന് പറഞ്ഞ ഹൗസ്, താമസ സ്ഥലം. അപ്പൊ താമസ സ്ഥലമാ. ആ താമസ സ്ഥലേ ഒരിക്കൽ ദേഹത്തെ വെടിഞ്ഞുകൊണ്ട് ദേഹി അങ്ങ് പോകും നേരം ദേഹമെന്ത് ദേഹി എന്ത് നിന്റെ മോഹമെന്തെന്നാ ചോദിച്ചത്. അപ്പൊ വീട് എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം വിടാനുള്ളതാണ്. ഏത് വീട്? അവിടെയല്ലേ ഇപ്പൊ താമസിക്കുന്നേ? അതും ഒരിക്കൽ വിട്ടുപോകും. ഇതും ഒരു വീടാ. ഏത്? ഇതും വിട്ടുപോകണം. അപ്പൊ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ പോകണം. അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോ ആ പോക്കില് ഇവിടെ നിന്നും കൂടെ കൊണ്ടുപോകാൻ നമുക്ക് എന്തേ ഉള്ളൂ? ഭാര്യ വരുമോ? ഭർത്താവ് വരുമോ? മക്കൾ വരുമോ? ഉണ്ടാക്കിയ എത്ര നാളും ബാങ്കിൽ കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു ശതമാനം ഉണ്ടാക്കിയ വീടിന്റെ ഒരു കഴുക്കോല് കൊണ്ടാൻ പറ്റുമോ? ഒന്നും കൊണ്ടാൻ പറ്റില്ല. ആകപ്പാടെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഇവിടെ വെച്ച് നേടിയെടുത്ത പുണ്യവും പാപഫലങ്ങളും. ആ പുണ്യങ്ങൾ ഉണ്ടാവാനാണ് ഇവിടെ വന്നിരുന്ന് എന്ത് കേൾക്കാൻ പറഞ്ഞത്. അപ്പം ഇവിടുന്ന് പോകുമ്പോൾ ഈ 2025 ഭാഗവതം ഇരുന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പുണ്യം കൂടെ എവിടെ കൊണ്ടുപോകാം? അവിടെ ചെല്ലുമ്പോ ഒരാൾ ഇരിപ്പുണ്ട്. പേരറിയാവോ? അങ്ങേരുടെ കണക്ക് നോക്കാൻ. പേരൊക്കെ അറിയാമല്ലോ. ചിത്രഗുപ്തൻ. അവിടെ ചെല്ലു. എവിടുന്നാ വരവ്? ചൂരക്കുളങ്ങര ഭാഗമാണ്. ഇപ്പൊ 2 കോളമുണ്ട്. പണ്ടൊക്കെ ഡയറി ആയിരുന്നു. ഇപ്പൊ ഡയറിയുടെ പരിപാടി ഒന്നിനും ചിത്രഗുപ്തനും ഇല്ല. ലാപ്ടോപ്പാ. ഒറ്റയടി അടിച്ചാ മതി, എല്ലാം കിട്ടും. ചോദിച്ചു പേരെന്തുവാ? സരസ്വതി അമ്മേന്നാ. സരസ്വതി അമ്മയുടെ ടോക്കൺ എടുത്തു കഴിഞ്ഞപ്പോ പുണ്യത്തിൽ ഒറ്റ ടിക്കില്ല. ഏതിലാ മുഴുവൻ ടിക്ക്? മുഴുവൻ പാപത്തിലാ. അപ്പൊ സരസ്വതി അല്ല, ഞാൻ 2025 അവിടെ ഒരു മൂലസപ്താഹം നടന്നായിരുന്നല്ലോ, അന്ന് ഞാൻ പോയായിരുന്നു. ഉടൻ നോക്കി, അപ്പൊ കിടപ്പുണ്ട്. പക്ഷെ ചെറിയ ടിക്ക. എന്താ കാര്യം എന്നറിയോ? സരസ്വതി അമ്മ വന്ന് 12:45.
അത്രേ ഉള്ളെങ്കിൽ പോലും ആ പുണ്യമാണെങ്കിൽ കൂടി അതിൻ്റെ അകത്ത്. അപ്പൊ ഈ ഫലങ്ങൾ അനുസരിച്ചാ പിന്നെ എന്ത് ചെയ്യുക? അടുത്ത ശരീരം കിട്ടുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ നമ്മൾ ആർജിച്ച, അതാ ഇന്ന് രാവിലെ ചൊല്ലി, ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സത്മഭൃത്യം ഭുവം ച സമസ്തം പരിത്യജ്യ ഹാകഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാകം. ഈ ശരീരം കൊണ്ടുപോകാൻ പറ്റുമോ? കളത്രം ഭാര്യ വരുമോ? മകൻ, സുതം, ബന്ധുവർഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ, വയസ്യം കൂട്ടുകാരൻ, സത്മ ഉണ്ടാക്കിയ ഈ 2 നില മാളിക, ഭുവം ഏക്കർ കണക്കിന് സ്ഥലം മേടിച്ചിട്ടുണ്ട്, സമസ്തം പരിത്യജ്യ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഹാ കഷ്ടം. എങ്ങനാ പോകുന്നത്? ആ പോക്ക് സുഖത്തിലൊന്നും ആയിരിക്കുകയില്ല. കാര്യം എന്താ? ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് എത്ര പേരെ വെള്ളം കുടിപ്പിച്ചതാ. ഇതിന്റെ ശിക്ഷകൾ മുഴുവൻ ഒറ്റയ്ക്ക് അനുഭവിച്ചുകൊണ്ട് വേണം. ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ. അതുകൊണ്ട് ആ സമയത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു പുണ്യം കിട്ടാൻ ഏത് കേൾക്കുക? ഭാഗവതം ഒന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഇവിടെ പറയണില്ല. നിങ്ങൾ എന്നെ പൂജ കഴിക്കണം എന്ന് ഇതൊന്നും അല്ല പറയുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിരുത്തി ഭാഗവതം ഒന്ന് കേൾക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ നേടാം. അതുകൊണ്ട് ആദ്യം ഭാഗവതം എന്താണെന്ന് പറഞ്ഞു. ആ ഭാഗവതം കേൾവിയിലൂടെ എന്ത് നേടിയെടുക്കണം പറഞ്ഞു? ഭക്തി ഉണ്ടാവണം, ജ്ഞാനം ഉണ്ടാവണം, വൈരാഗ്യം. അങ്ങനെ ഇത് 3 ഉണ്ടാവണമെങ്കിൽ ആ ഭാഗവതം എങ്ങനെ ഇരുന്ന് കേൾക്കണം? തുന്തുകാരിയെ പോലെ അത്രയും തീവ്രതയോടുകൂടി ഇരുന്ന് കേട്ടെങ്കിൽ മാത്രമേ ഏത് ഫലം കിട്ടുകയുള്ളൂ. അപ്പോ ഭാഗവതം ഇങ്ങനെയും കൂടി കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ കഥ. അപ്പൊ ഭാഗവതം എന്ത്, എങ്ങനെ കേൾക്കണം, 2 പറഞ്ഞു. പിന്നെ കേൾക്കാനും എങ്ങനെയൊക്കെയായി. ഇനിയും ഇതിനകത്ത് ചില നിയമവ്യവസ്ഥകൾ പരിപാലിച്ചു കൊണ്ടുവേണം ഭാഗവതം കേൾക്കാനും നടത്താനും. ഇതിൽ പലതും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിന് യോഗിച്ച് ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നല്ല ഭാഗവതം പഠിച്ച, ശാസ്ത്രം പഠിച്ച, ഭാഗവതം പഠിച്ച ഒരു ആചാര്യനെ വേണം. അതിനിവിടെ വാക്ക് വെച്ചിരിക്കുന്നത് എന്താണ്? ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി വേണം ചെയ്യാൻ. ഇവിടെ ബ്രാഹ്മണൻ എന്നുള്ള വാക്കിനർത്ഥം ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ, ഈശ്വരതത്വം അറിഞ്ഞവനെ, ഭാഗവതം അറിഞ്ഞവരെ, ഭാഗവതം അല്ലെങ്കിൽ ഭാഷ പഠിച്ചവരെ. ഇപ്പൊ മൂലം നടത്തുന്ന മുഴുവൻ ആരാ? ഈ സപ്താഹം നടത്തുന്ന 90% എനിക്കറിയാം ഈ സംസ്കൃതം എന്ന് വന്ന വഴിയെ പോയിട്ടുണ്ടാവില്ല. എന്നിട്ട് ബാലരമേലെ കഥകൾ വായിച്ചിട്ട് എന്ത് ചെയ്യും? കഥകൾ ഇരുന്ന് പറയുക. എന്നിട്ടോ ആരെങ്കിലും എന്തെങ്കിലും ഇതിനകത്ത് ഒരു ശ്ലോകം എടുത്തു പറയാനുള്ള, പിന്നെ പറയും ഭാഗവത മൂലഗ്രന്ഥം പറയണമെങ്കിൽ പ്രസ്ഥാനത്രയം പഠിക്കണമെന്ന്. പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞാൽ 10 ഉപനിഷത്താണ് പ്രധാനം. ദശോപനിഷത്ത്, കടം, കേനം, ബൃഹദാരണ്യം, അങ്ങനെ ശ്വേതാശ്വതരം, ഈശാവാസ്യം, പ്രശ്നം, ഇങ്ങനെയൊക്കെ പറയുന്ന മാണ്ഡൂക്യം മാത്രം പറയാം. മാണ്ഡൂക്യ കാര്യം കൂടെ പഠിക്കണമെന്നാണ്. അതും പഠിച്ച് പിന്നീട് ബ്രഹ്മസൂത്രം, അത് ശങ്കരഭാഷ്യം തന്നെ പഠിക്കണം. ഭഗവത്ഗീത, ഇത്രയും പഠിച്ചവര് മാത്രമേ ഏത് പറയാവൂ എന്നാണ്. ഭാഗവതം മൂലം. പിന്നെ ഇത് 3 പഠിക്കണമെങ്കിൽ എന്ത് വേണം? സംസ്കൃതം അത്യാവശ്യം മുഴുവൻ പഠിക്കാനൊന്നും പറ്റില്ല, കുറെയെങ്കിലും പഠിച്ചവരായിരിക്കണം. അല്ലാതെ പറഞ്ഞാൽ ഇതിനകത്ത് ഒരു കാര്യവും ശാസ്ത്രമറിയാതെ പറയുക അസാധ്യമാണ്. പക്ഷേ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും അറിയാതെ വന്നിരുന്ന് ബാലരമ കഥ ഇരുന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് മൂലഗ്രന്ഥം ആര് വേണം നടത്തട്ടെ, ആരെ വേണം വിളിക്കുക. പക്ഷേ ഒരു കാര്യം അന്വേഷിക്കണം, ആ ശാസ്ത്രം പഠിച്ചയാളാണോ, ആ ഭാഷ അറിയാമോ, ഇത്രയും അറിഞ്ഞിട്ട് വേണം. പക്ഷേ ആ ഒരു രീതി ഇപ്പൊ കാണുന്നു. അപ്പൊ അതുകൊണ്ട് വരുന്ന കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന്റെ യഥാർത്ഥ സത്ത നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നു. വേറെ ചില കാര്യങ്ങളെ മാത്രം കേൾപ്പിച്ചുകൊണ്ടൊക്കെ പോവുകയാണ്. അതുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഭാഗവതം അറിയാവുന്ന ഒരാൾ എന്ന് വെച്ചാൽ നമ്മളാര് അറിയാവുന്ന ആളാണെന്നല്ല ഞാൻ പറഞ്ഞത്.
കുറെയെങ്കിലും പഠിച്ച് അങ്ങനെയുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് വേണം. ഇതേപോലെ യജ്ഞമണ്ഡപം തയ്യാറാക്കണം. ആ യജ്ഞമണ്ഡപത്തിന് എത്ര കാല് വേണമെന്നുണ്ട്. അതേപോലെ തന്നെ പഴുക്കാമണ്ഡപം ഉണ്ടാക്കുമ്പോൾ അവിടെ എത്ര വേണം. ഇങ്ങനെ കുറെ വ്യവസ്ഥകളാണ്. ഏത് ദിക്കിലേക്കായിരിക്കണം യജ്ഞമണ്ഡപം പണിയുണ്ട്. ആ ദിക്കിൽ വെച്ച് വെക്കുമ്പോൾ വക്താവ് എങ്ങോട്ടിരിക്കണം, ശ്രോതാക്കൾ എങ്ങോട്ടിരിക്കണം എന്നാണ്. അപ്പൊ വക്താവായിരിക്കുന്നത് ഞങ്ങൾ കിഴക്കോട്ടിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ടിരിക്കണം? പടിഞ്ഞാട്ടോ? എന്നാ അങ്ങനല്ല, നിങ്ങൾ വടക്കോട്ടിരിക്കണമെന്നാ. അങ്ങോട്ടിരിക്കണമെന്നാ. പിന്നെ അത് ഇപ്പൊ അന്ന് നടന്നു, ഇന്ന് നടക്കുവോ? ഇല്ല. എന്തുകൊണ്ടാ? എടാ നേരെ ഇരുന്നിട്ട് ഉറക്കം തോന്നുക. അപ്പൊ പിന്നെ വടക്കോട്ടൂടെ ആണെങ്കിലോ അപ്പൊ പിന്നെ നടപ്പില്ല. അതുകൊണ്ട് എങ്ങനെ തന്നെ ഇരിക്കാൻ പറഞ്ഞു? നേരെ ഓപ്പോസിറ്റ് അങ്ങ് ഇരിക്കുക. അപ്പൊ വക്താവ് കിഴക്കോട്ടിരിക്കുമ്പോൾ ശ്രോതാക്കള് വടക്കോട്ട്, വക്താവ് വടക്കോട്ടിരിക്കുമ്പോൾ ശ്രോതാക്കള് കിഴക്കോട്ട്. ഇതാണ് വ്യവസ്ഥ. അത് ഇന്ന് നമുക്ക് ഇപ്പൊ ഈ ക്ഷേത്രത്തിന്റെ രീതി അനുസരിച്ച് അത് നടക്കുമോ? നടക്കില്ല. അപ്പൊ കാലത്തിനനുസരിച്ച് മാറണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഇത് എവിടെയൊക്കെ നടത്താം? വീടുകളിൽ നടത്താം, തീർത്ഥഘട്ടങ്ങളിൽ നടത്താം, ക്ഷേത്രങ്ങളിൽ നടത്താം. ക്ഷേത്രങ്ങളിലും തീർത്ഥഘട്ടങ്ങളിലും നടത്തുമ്പോൾ മാസമോ വാവോ വാക്കവോ ഒന്നും നോക്കണ്ട, എപ്പോ വേണമെങ്കിലും നടത്താം. പക്ഷെ വീടുകളിൽ നടത്തുമ്പോൾ ചില മാസങ്ങൾ ഉപേക്ഷിക്കണം. അത് നമുക്ക് പറ്റും. പിന്നെയോ അവിടെ വരുമ്പോൾ എന്തെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാം, കഴിക്കരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും നടക്കില്ല. എങ്കിലും ഒരു കാര്യം പറയാം, കഴിയുന്നതും മത്സ്യമാംസാദികൾ 7 ദിവസങ്ങളിൽ ഉപേക്ഷിക്കാൻ ഉള്ള മനസ്സ് നമ്മൾ ജീവിതത്തിൽ ഉപേക്ഷിക്കുന്ന ഏറ്റവും നല്ലത്. അത് നടപ്പില്ല എങ്കിൽ ഈ ദിവസങ്ങളിലെങ്കിലും എന്ത് ചെയ്യണം? പിന്നെ ചില സാധനങ്ങളൊന്നും യജ്ഞശാലയിൽ ഉപയോഗിക്കരുതെന്ന സപ്താഹം നടക്കുമ്പോൾ ഇതിനകത്തേ കേൾക്കാവൂ, അപ്പുറത്തെ മുറിയിലേക്കുള്ളതല്ല. അറിഞ്ഞിരിക്കാൻ പറയാം. കാരണം അതൊന്നും ഇല്ലെങ്കിൽ ഇന്നും നടക്കത്തില്ല. ഇന്ന് സാമ്പാർ ഇല്ലെങ്കിൽ സപ്താഹം നടക്കും. പക്ഷെ ഇവിടെ പാടില്ല എന്നാ പറയുന്നത്. എന്താ കാര്യം? സാമ്പാർ പറ്റും, അതിനകത്ത് ചേർക്കേണ്ടുന്ന സവോള പാടില്ല. സവോള പിന്നെയും പറ്റും, ചെറിയ ഉള്ളി ഒട്ടും പാടില്ല. ലശുനം വെളുത്തുള്ളി ഏറിയായി കൊണ്ടുവരുന്ന രസത്തിന് വെളുത്തുള്ളി ചേർത്തില്ലെങ്കിൽ പിന്നെ നടക്കുമോ? പിന്നെന്താ ഒരു രസം അല്ലേ? അതേപോലെ തന്നെ ധാന്യങ്ങൾ ഉഴുന്നു പാടില്ല. ഇന്ന് രാവിലെ തന്ന ഇഡലിയാ, ഇഡലി വേണ്ടെന്ന് പറഞ്ഞാൽ സപ്താഹം നടക്കുമോ? ഇല്ല. തുമര, കായം, പിന്നെ വേറെ സാധനമുണ്ട്, അത് ഒരു കാരണവശാലും വെക്കരുത്. അത് നമുക്ക് പറ്റും. അതിലൊന്നാണ് മുതിര. മുതിര ആർക്കാ കൊടുക്കുന്നത്? കുതിരയ്ക്ക്. രാവിലെ മുതിരത്തോരനും അല്ലെങ്കിൽ മുതിരയിട്ട് കപ്പയും വേവിച്ച് കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇവിടെ വന്നിരുന്നാൽ എവനും ആരെ പോലെ പായും? ഇവന്റെ മനസ്സേ. അതുകൊണ്ട് അത് പാടില്ല. അപ്പൊ പിന്നെ ചില മുരിങ്ങക്ക പാടില്ല. പിന്നെ എന്താ പറയാ, അതിനെയും വരും. ഞാൻ എന്താണ് നമ്മുടെ ഹിരണ്യാക്ഷന്റെ കഥ, ഹിരണ്യകശിപുവിന്റെ കഥ, പ്രഹ്ലാദന്റെ കഴിയുമ്പോൾ എന്താണ് പറയുക, വർണ്ണാശ്രമധർമ്മങ്ങൾ പറയുന്നിടത്ത് ഏതെല്ലാം തരത്തിലാണ് ഭക്ഷണം? പ്രത്യംശം, അഗ്നിയംശം, ദ്രവ്യാംശം, ജലാംശം എന്നുള്ള കാറ്റഗറി വരും. അന്നേരം അത് പറയും. ഏതായാലും ചിലതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നിലത്തിരുന്ന് കേൾക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ഇവിടെ കസേരയിട്ടില്ലെങ്കിൽ എത്ര പേര് ഇവിടെ വരും കേൾക്കാൻ? ഒരു മനുഷ്യൻ. അപ്പൊ അതിനുള്ള മാർഗം എന്താ? വക്താവും ഭാഗവതം വായിക്കുന്നതൊക്കെ ഇത്തിരി ഉയർത്തുക. ഇതുപോലെ താഴെ പെന്തിട്ട് കൊടുക്കാം. അതേ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാണ്ട് നിലത്ത് തന്നെ ഇരുന്ന് ഈ ആലപ്പുഴ സൈഡിലോട്ടൊക്കെ ചെന്നാൽ വലിയ പാടാ. നമ്മളിങ്ങനെ പൊങ്ങിയിരിക്കുമ്പോൾ ആളുകൾ വന്ന് പായല്. അതുകൊണ്ട് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനും കേൾക്കാൻ, ആരുടെയും കുറ്റമല്ല, ആർക്കും ഇരിക്കാൻ. ഞാനിത് പല സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇന്ന് കസേര ഇടാൻ പറയും, അല്ലാതെ ഒന്നും ആള് വരില്ല. കാരണം എന്താ? ആരുടെയും കൊണ്ടും പറ്റില്ല. അപ്പോൾ കാലത്തിനനുസരിച്ച് മാറ്റാവുന്നവ മാറ്റണം. പിന്നെ പറയുന്നത്, വരുന്ന ആചാര്യൻ എവിടെ കിടന്നുറങ്ങണമെന്ന? ദർഭപ്പുല്ല് വിരിച്ച് തറയിൽ കിടന്ന ഉറങ്ങണം. നിങ്ങൾ പറ്റിയ ആചാര്യന്മാരെ വിളിച്ച് നടത്തിക്കോണം. എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ എന്താണ് അന്ന് വെച്ച് AC റൂമിൽ കിടന്നാലേ ഞാൻ സപ്താഹം നടത്തൂ, അങ്ങനെ ഉണ്ടോ? അത്യാവശ്യമുള്ളത് അങ്ങനെയൊക്കെ. പിന്നെ വളിച്ചതും പുളിച്ചതും ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്.
ഇങ്ങനെയുള്ള ചില നമുക്ക് ഉൾക്കൊള്ളാവുന്നത് ഉൾക്കൊള്ളുക, പറ്റാത്തത് ഇപ്പൊ സാമ്പാർ, എരിവ്, പുളി ഇതൊക്കെ ഉപയോഗിക്കരുതെന്നാ പറയണത്. പക്ഷേ ഉപയോഗിക്കാം, അതൊരു ലെവലില്. അധികമായ എരിവ് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ കാലം. പിന്നെ വഴുതനങ്ങ, കത്രിക്ക, ഈ കാണാനൊക്കെ വലിയ സുന്ദരന്മാരാ, പക്ഷേ ഇതൊന്നും എവിടെ പാടില്ല, ഗുണവ്യത്യാസമുള്ളൂ. കാരണം ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഈ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് വന്നിരുന്നാൽ സ്വസ്ഥമായിട്ട് മനസ്സിവിടെ ഇരിക്കണം. പൊറോട്ട ഒരു പ്ലേറ്റ് ബീഫും കഴിച്ചേച്ച് വന്നിട്ട് സപ്താഹവേദിയിൽ വന്നിരുന്നാൽ നാമം ജപിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഇന്ന് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുമ്പോൾ അവിടെ പൊറോട്ടയും ബീഫും കഴിച്ചവൻ ഇരുന്ന് പറയുമ്പോൾ അവൻ നാമം ചൊല്ലുമായിരിക്കുമോ അതോ അവൻ്റെ വയറ്റിൽ കിടക്കുന്ന പോത്തമറുമായിരിക്കുമോ? ചോദ്യം. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ മനസ്സ്, വാക്ക്, വിചാരങ്ങൾ ഇതെല്ലാം സാത്വികമാവണം. സാത്വികമാകണമെങ്കിൽ യാതൊരു സംശയമില്ല, സാത്വികമായ ഭക്ഷണം അത് ചെയ്തുകൊണ്ട് വേണം. ഇങ്ങനെ കുറെ എന്നിട്ട് ഇവിടെ ആ സപ്താഹം നടക്കുന്നതിനുള്ള നോട്ടീസ് തയ്യാറാക്കുന്ന എങ്ങനെ, എഴുത്തങ്ങ് മുഴുവൻ ഡീറ്റെയിലും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവസാനത്തെ ഒരു അധ്യായം. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് 6 അധ്യായങ്ങൾ ഏതിൽ തീരുന്നത്? ഭാഗവത. അപ്പൊ നമ്മൾ ചുരുക്കം പറഞ്ഞാൽ ഇന്നലത്തേക്കേ എത്തിയിട്ടുള്ളൂ. ഇനിയുമാണ് നമ്മൾ പ്രഥമസ്കന്ധം ആരംഭിക്കുന്നത്. പ്രഥമസ്കന്ധം ആരംഭിക്കുന്നത് വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു സ്തുതിയോടുകൂടിയാണ്. ഏത് പുരാണങ്ങളായിക്കൊള്ളട്ടെ, ഏത് ഗ്രന്ഥങ്ങൾ, പഴയത് കാവ്യങ്ങളായിക്കൊള്ളട്ടെ, നാടകങ്ങളായിക്കൊള്ളട്ടെ, ഏത് ഗ്രന്ഥങ്ങൾ എഴുതിയാലും ആ ഗ്രന്ഥകാരൻ തൻ്റെ ഗ്രന്ഥത്തിൻ്റെ നിർവിഘ്ന പരിസമാപ്തിക്ക് വേണ്ടിയിട്ട് തൻ്റെ ഇഷ്ടദേവൻ ആരാണോ ആ ദേവനെ സ്തുതിച്ചുകൊണ്ടായിരിക്കും ഗ്രന്ഥം ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ തൻ്റെ ഗ്രന്ഥം എഴുതി കഴിയുമ്പോൾ ആ ഗ്രന്ഥത്തിൻ്റെ നിർവിഘ്ന പരിസമാപ്തിയിൽ നന്ദി കുറിച്ചുകൊണ്ട് അതേ ദേവനെ സ്തുതിച്ചുകൊണ്ടായിരിക്കും ഗ്രന്ഥം എന്ത് ചെയ്യുക, സമാപിപ്പിക്കുന്നത്. ഇപ്പോ വളരെ പ്രസിദ്ധമായ രഘുവംശം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? പാർവതി പരമേശ്വരവും എന്താണ് വാഗർത്ഥാവിവ സംപൃക്തൗ അല്ലേ, വാഗർത്ഥ പ്രതിപത്തയേ ജഗതപിതരൗ വന്ദേ പാർവതി പരമേശ്വര. നോക്കിക്കോളാം, ഏത് അല്ലെങ്കിൽ ഉപനിഷത്തുകൾ സഹനാവവതു സഹനൗ ഭുനക്തു ഏത് വേണമെങ്കിലും എടുത്തോളൂ. അല്ലെങ്കിൽ അടുത്ത ഒരെണ്ണം ഓം പൂർണ്ണമാത നോക്കുവാണ്, എല്ലാം ഒരു സ്തുതിയായിരിക്കും. സാഹിത്യകൃതി ഏറ്റവും കാവ്യപ്രകാശം ആരുടെ? മമ്മടന്റെ ഓം ശരദിന്ദു സുഞ്ചിര രുചി ചേതസി സാമേ ഗിരാം ദേവി അകവകൃത്യ സന്തതമഖിലാം അർത്ഥാൻ പ്രകാശയതു. ഇങ്ങനെ ഓരോരുത്തരും അവരുടെ ഇഷ്ടദേവത ആരാണോ അതിനെ സ്തുതിക്കും. ഇവിടെ വ്യാസൻ എഴുതിയപ്പോൾ ഒരു സ്തുതി നടത്തിയിട്ടുണ്ട്, പക്ഷേ സ്തുതിച്ചത് ഒരു പ്രത്യേകം ദേവനെയല്ല. എന്നാൽ ഇവിടെ നമ്മൾ ഭാഗവതത്തിലൂടെ അറിയാൻ പോകുന്നത് ഭഗവാൻ കൃഷ്ണനെയാണ്. എന്നാൽ ആ കൃഷ്ണനെ സ്തുതിച്ചാൽ പോരായിരുന്നോ? അതും ചെയ്തിട്ടില്ല. പകരം സ്തുതിച്ചത് എങ്ങനെയാ? സത്യം പരം ധീമഹി എന്നാ പറഞ്ഞത്. നമുക്ക് പരമമായിരിക്കുന്ന സത്യത്തെ അന്വേഷിക്കാൻ. ആട്ടെ, ഞാൻ അന്വേഷിക്കട്ടെ എന്നല്ല പറഞ്ഞത്, നീ അന്വേഷിക്കാനും പറഞ്ഞില്ല. പിന്നെയോ നമുക്ക് അന്വേഷിക്കാന്ന്. എന്താ വ്യത്യാസം? ആ പ്രയോഗത്തിന് പ്രത്യേകതയാ. ധീമഹി ഉത്തമ പുരുഷ ബഹുവചനമാണ്. ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ പെടുവോ? ഇല്ല. ഈ റോയിൽ ഇരിക്കുന്നവരെല്ലാം കൂടെ പറയാ ഞങ്ങൾ അന്വേഷിക്കാം, നിങ്ങൾ പെടുവോ? ഇല്ല. ഇപ്പൊ പറയാ നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞാലോ ആരെങ്കിലും മാറി നിൽക്കുവോ? എല്ലാവരും. അപ്പോൾ ഈശ്വര അന്വേഷണം എന്ന് പറയുന്നത് ഒരാൾക്കോ തനിക്കോ നിനക്കോ മാത്രമല്ല. ഈശ്വര അന്വേഷണം ചെയ്യുന്നവർ എങ്ങനെ വേണം? കൂട്ടായിട്ട് എല്ലാവരും കൂടി ചേർന്നിരുന്ന് ഈ സത്യം പരം, ഏത് സത്യത്തെ? നമുക്ക് പരമമായിരിക്കുന്ന സത്യത്തെ അന്വേഷിക്കാം. എന്തുകൊണ്ട് അത് പരമമായ സത്യമായി? അതിനൊരു ഉപമ കൊടുത്തു. ജന്മാദിയസ്യ യഥാ,
ബ്രഹ്മസൂത്രത്തിലെ രണ്ടാമത്തെ സൂത്രമാണ് അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് ബ്രഹ്മസൂത്ര ആദ്യത്തെ മന്ത്രം. രണ്ടാമത്തെ മന്ത്രമാണ് ബ്രഹ്മ ജന്മാദ്യസ്യ യതഃ. ആ സൂത്രത്തെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? എടുത്ത് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ശ്ലോകം പഠിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ ഏത് പഠിച്ചിരിക്കണം? ബ്രഹ്മസൂത്രം, ശങ്കരഭാഷ്യം അറിയാതെ എങ്ങനെ പറയും? അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് പരമമായിരിക്കുന്ന സത്യത്തെ അന്വേഷിക്കാം. ആ സത്യം എന്തുമാണ്? ജന്മാദി യസ്യ യതഃ, അസ്യ ജന്മാദി യതഃ എന്ന അന്വയം. അസ്യ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലെടുക്കാം. ഈ ജഗത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ ജന്മാദികൾ, സൃഷ്ടി, സ്ഥിതി, ലയം. ഇപ്പൊ ജന്മാദി എന്ന് പറഞ്ഞാൽ എന്തായി? സൃഷ്ടി, സ്ഥിതി, ലയങ്ങൾ യാതൊന്നിൽ നിന്നാണോ അതാണ് പരമമായിരിക്കുന്ന സത്യം. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ പരമമായിരിക്കുന്ന സത്യമാണെങ്കിൽ പരമമല്ലാത്ത സത്യങ്ങളില്ലേ ഇവിടെ? ഉണ്ടോ ഇല്ലയോ? സത്യം എത്ര തരത്തിലുണ്ട് അതറിയാവോ? സത്യം 3 തരത്തിലാണ്. അതിൽ ഒരു സത്യത്തിന് പറയുന്നത് പ്രാതിഭാസിക സത്യം എന്ന് പറയും. സത്യമായിട്ട് നിലനിന്ന, കുറച്ചു നേരം സത്യമായിട്ട് അനുഭവിക്കും. യാഥാർത്ഥ്യം അറിയുമ്പോൾ അതുവരെ അറിഞ്ഞ സത്യം സത്യമല്ലാതാകും. അങ്ങനെയുള്ള സത്യങ്ങളുണ്ടോ? പറയാം, മനസ്സിലാവും. രണ്ടാമത്തേത് വ്യാവഹാരിക സത്യം. കുറെ നാള് വ്യവഹാരത്തിൽ സത്യമായിട്ട് തോന്നും. അതും കുറെ കാലം കഴിയുമ്പോൾ സത്യം എന്നതാണെന്ന് അറിയുമ്പോൾ അതും എന്താകും? ഇല്ലാതാവും. പരമമായിരിക്കുന്ന സത്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായി? ഇന്നലെ, ഇന്ന്, നാളെ മാറ്റമില്ലാതിരിക്കുന്നത് എന്താണോ അതാണപ്പോൾ ഏത്? പരമമായ സത്യം. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇന്നലെ, ഇന്ന്, നാളെ. അപ്പൊ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഏത് കാലമായി? ഭൂതകാലം. ഇന്നെന്ന് പറയുമ്പോഴോ നാളെ എന്ന് പറയുമ്പോൾ ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും മാറ്റമില്ലാതിരിക്കുന്നത് എന്തോ അതാണ് സത്യം. ഉദാഹരണം പറയാം. ഒരാള് ഭാഗവത സപ്താഹം കേൾക്കാൻ വരുക. ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാന്ന് കരുതുക. ഒരു സ്ത്രീയാണ്. ഇപ്പം മറ്റുള്ള സ്ത്രീകളും ഫ്രണ്ടിലിരിപ്പുണ്ട്. പക്ഷെ ഈ വരുന്ന സ്ത്രീയോട് ഫ്രണ്ടിലിരിക്കുന്ന ആളുകൾക്ക് അത്ര സുഖമൊന്നും ഇല്ല. അവർ പ്രത്യക്ഷത്തിലൊന്നും കാണിക്കുന്നുമില്ല. മനസ്സുകൊണ്ട് ഇവര് എതിർപ്പാ. കാരണം അവരിത്തിരി എന്താ പറയാ, നമ്മള് ഇത്തിരി തൻ്റെ ഒക്കെ അമ്പലത്തിൽ കാണിക്കുന്നതുകൊണ്ട് അവരോട് അത്ര സുഖയില്ല. അപ്പോഴാണ് ഇവർ ഫ്രണ്ടിൽ ഇരിക്കുക 5-6 പേര്. നിങ്ങളല്ല കേട്ടോ, അങ്ങനെ കുറെ പേരിരിക്കുക. അപ്പോഴാണ് ഇവര് കയറി വന്നത്. ഇവര് കയറി വന്നപ്പോ അടുത്തിരിക്കുന്ന 3-4 പേരോട് ഒരുമിച്ച് പറയാ, വന്നു ഒക്കെ ആയിട്ട് എന്നങ്ങ് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവർക്ക് അവരോടത്ര അവര് പോവോ വെല്ലം ഒക്കെ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞപ്പോ ഇവര് തങ്ങളിരിക്കുന്ന കസേരയുടെ ഇപ്പുറത്താ വന്നങ്ങിരുന്നു. അപ്പൊ ചോദിക്കുക, എന്നാ താമസിച്ചത്? ഇത്ര നേരമായി പ്രഭാഷണം തുടങ്ങിയിട്ട്. ആദ്യം ചിന്തിച്ചതാണോ പറഞ്ഞത്? മനസ്സിൽ ചിന്തിച്ചതാണോ പറഞ്ഞത്? വ്യത്യാസം വന്നു. അവരങ്ങോട്ടൊന്ന് മാറിയ സമയത്ത് പറയുക, നാളെ തൊട്ട് 4 കസേര ഇടാവുള്ളൂ, ഈ കസേര പുറകിലിട്ടോണമെന്ന്. അപ്പൊ നാളെ ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടുമല്ല. അപ്പൊ മനസ്സിൽ തോന്നിയതല്ല പറയുന്നത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിൽ തോന്നിയതല്ല പറയുന്നത്, നാളെ ചെയ്യാൻ പോകുന്നത് മറ്റൊന്ന്. ഇന്ന് അവസ്ഥയതല്ലേ? മനസ്സിൽ കണ്ടതാണോ നമ്മൾ പറയുന്നത്? അല്ല, നാളെ പ്രവർത്തിക്കുന്നത് വരെ. അങ്ങനെയാണെങ്കിൽ ഇത് സത്യമേ അല്ല. അപ്പോൾ
മൂന്ന് കാലത്തിലും മാറ്റമില്ലാതിരിക്കുന്നത് എന്തോ അത് മാത്രമേ ഏതുള്ളൂ, പരമമായിരിക്കുന്ന സത്യം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഇരിക്കുന്ന നമ്മൾ സത്യമാണോ? ആണോ? ചിന്തിക്കുക. ഇത് വേദാന്തമാണ്. അല്ല. ഇന്നലെ ഉണ്ടായിരുന്നോ? ഇന്നലത്തെ ദിവസമല്ല, ഞായറാഴ്ച ഉണ്ടായിരുന്നോ എന്നല്ല ചോദ്യം. ഇപ്പൊ ചോദിക്കുന്ന വയസ്സ് എത്രയായി? 65. ചോദിക്കട്ടെ, 65 വയസ്സിന് മുമ്പ് ഉണ്ടായിരുന്നോ? ഇല്ല. ഇന്ന് കുറെ കാലം ഉണ്ട്. 75 കഴിഞ്ഞാൽ ഉണ്ടാവോ? ഇല്ല. അത് കണ്ടപ്പോ തന്നെ പേടിയായി 74കാർക്ക്. ഞാനൊരു ഉദാഹരണം പറഞ്ഞത്. അപ്പോ ഇന്നലെ ഇല്ല, ഇന്ന് കുറെ കാലം നിലനിൽക്കുന്നു, നാളെ ഇല്ലാതാകും. അപ്പോ നമ്മൾ സത്യമാണോ? ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏതെങ്കിലും ഒന്നപ്പോൾ സത്യമായിട്ടുണ്ടോ? ഈ ക്ഷേത്രം സത്യമാണോ? ക്ഷേത്രം ഉണ്ടായ കാലം തൊട്ട് ഇപ്പം എന്തേ മ്യാൻമാറിൽ അടിച്ചില്ലേ? ബുദ്ധ കേന്ദ്രങ്ങളൊക്കെ ഇല്ല. ഒരു പ്രകൃതിജന്യമായ ഒരു കലാമിറ്റി ദുരന്തമുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കാം? ഇല്ലാതാവാം. മൂന്ന് കാലത്തിലും ഇല്ലാതാകാതിരിക്കുന്നത്, അല്ലെങ്കിൽ മൂന്ന് കാലത്തും മാത്രമായി ഇരിക്കുന്നത്, അത് മാത്രമാണ് പരമമായ സത്യം. ബാക്കിയെല്ലാം അല്പകാലത്തേക്ക് നിൽക്കുന്നതാണ്. അതിൽ പ്രാതിഭാസിക സത്യത്തിന് ഉദാഹരണം പറയാം. ഞാൻ ഇന്നലെ കാറിൽ ഇങ്ങോട്ട് വന്നു, വണ്ടിയെല്ലാം നിർത്തി, ഇവിടെ എങ്ങും ആരുമില്ല. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ അമ്പലം ഒന്ന് കാണാമല്ലോ എന്ന് വെച്ച് ഇങ്ങനെ നടന്നു വന്നു. അപ്പോഴാണ് കുളത്തിൻ്റെ ഇപ്പുറത്ത് 2 രൂപ കോയിൻ കിടക്കുന്നു. ഞാൻ വേഗം അങ്ങോട്ട് ചെന്നിട്ട് ഈ 2 രൂപ എടുത്ത് എങ്ങോട്ടിടാൻ പോവാ? പിന്നെ കാണിക്കവൻ ചെയ്യും. ഇതൊരു കാണിക്കവൻ ചെയ്യാ. നിങ്ങൾ ശരി, സമ്മതിച്ചു. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഈ രൂപ എടുത്ത് എൻ്റെ പോക്കറ്റിലോട്ട് എടുക്കാനായിട്ട് അങ്ങോട്ട് ഓടിച്ചെന്ന് എടുത്തതാ. എടുത്തപ്പോഴാണ് മനസ്സിലായത് 2 രൂപയല്ലായിരുന്നു, കോളാക്കുപ്പിയുടെ അടപ്പായിരുന്നു. അനുഭവിച്ചിട്ടില്ലേ? ഒത്തിരി പെറുക്കിയിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ നോക്കുക, 2 രൂപയായിരുന്നു അത്. 2 രൂപയായിട്ടല്ല ഞാൻ പോയി എടുത്തത്. എടുത്ത് കയ്യിൽ വെച്ച അടുത്ത നിമിഷം എനിക്ക് മനസ്സിലാകുന്നു ഇത് 2 രൂപയല്ല. ഒരു നിമിഷം കൊണ്ടോ അനുഭവിച്ച സത്യമല്ലാതാകുമ്പോൾ അതിന് പറയുന്ന പേരാണ് പ്രാതിഭാസിക സത്യം. അതിന്റെ ഉദാഹരണമായി ഇരിക്കുന്നത്. രാവിലെ 9 മണിക്ക് ഇവിടെ വന്നു അല്ലേ? ഇപ്പൊ സമയം 12 3 മണിക്കൂറൂടെ കഴിഞ്ഞു. 9 മണിക്ക് വന്ന ആളാണോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്? അല്ല. കാര്യം എന്താ? ഈ ശരീരത്തിൽ നിരവധി മാറ്റങ്ങൾ സംഭവിച്ചു. അതുകൊണ്ട് മാറ്റങ്ങൾ സംഭവിച്ചാൽ ഉടനെ പറ്റുന്നതാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇനി വ്യാവഹാരിക സത്യമുണ്ട്. കുറെ കാലം വ്യവഹാരത്തിൽ സത്യമായിട്ട് കൊണ്ട് നടക്കും. ഒരു നിമിഷം സത്യം ഇതല്ല എന്ന് മനസ്സിലാകുന്ന കാലം വരും. അന്ന് ഇതുവരെ അറിഞ്ഞതും സത്യമല്ല. ഏതാ? ഒരു ദിവസം വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്വർണ്ണമാല കിട്ടി. സ്വർണ്ണമല്ലേ കിട്ടിയത്? എല്ലാം റെഡിയാക്കി കഴുത്തേലൊക്കെ കുറേ നാൾ കൊണ്ട് ഇട്ട് നടന്നു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വെച്ചു. അതടക്കം ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം പണത്തിൻ്റെ ഇത്തിരി അത്യാവശ്യം വന്നു. നേരെ സ്വർണ്ണമാലയും എടുത്തുകൊണ്ട് കുറിച്ച് SBIയിലേക്ക് ചെന്നു. പണയം വെക്കാൻ കാഷ്യറുടെ കൊടുത്തിട്ട് തൂക്കം നോക്കാൻ പറഞ്ഞു. എന്നെ അറിയാവുന്ന കാഷ്യരായോണ്ട് പറഞ്ഞു, ഉണ്ട തിന്നണോ അതോ ഇതുമായിട്ട് കൊണ്ടുപോകുന്നോ എന്ന് ചോദിച്ചു. എന്താ കാര്യം? കൊടുത്തത് ഏതായിരുന്നില്ല? മുക്കുകൊണ്ടമായിരുന്നു. ഇത്രയും നാളും അതെനിക്ക് എന്തായിരുന്നു? വ്യവഹരിച്ചത് എങ്ങനാ? എന്റെ സ്വർണ്ണമാണെന്നും പറഞ്ഞ. ഇപ്പോൾ സത്യം യാഥാർത്ഥ്യം അറിഞ്ഞപ്പോൾ ഇതുവരെ എറിഞ്ഞ സ്വർണം അല്ലാതെ. ഇതിന് പറയുന്ന പേരാണ് വ്യാവഹാരികം. നമ്മുടെ ജീവിതത്തിലോ 10-28 വയസ്സ് വരെ എൻ്റെ മകൻ അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു, അവനെ എന്ത് കഷ്ടപ്പെട്ടാ ഞാൻ പഠിപ്പ. അയലോക്കക്കാരോട് എന്നും പറയും, എന്ത് കഷ്ടപ്പെട്ടാ ഞാൻ എൻ്റെ കൊച്ചിനെ വളർത്തി അവനെ ജോലി വരെ വാങ്ങിച്ചു. 28-ാമത്തെ വയസ്സിൽ അവൻ എന്ത് ചെയ്തു? കല്യാണം കഴിച്ചു. ഭാര്യയും ഭർത്താവൂടെ എവിടാ? എറണാകുളത്താ. പിറ്റേ ദിവസം തൊട്ടിപ്പോ അമ്മ പറയുന്ന അയലോക്കംകാരിയോട് പറയുന്നല്ല, എൻ്റെ മകനേ അല്ല അവൻ, വെറുതെ പഠിപ്പിച്ചു. എന്താ? അപ്പം മനസ്സിലായി
ഞാൻ ഇത്രയും നാളും കൊണ്ട് നടന്നത് എന്നും എൻ്റെ കൂടെ വ്യാവഹാരികം. അപ്പം മറ്റൊരിടത്തേക്ക് ആയി. അക്കൂട്ടത്തിൽ ഏത് സത്യമാണ് നിത്യമായിരിക്കുന്നത്? മൂന്ന് കാലത്തും മാറ്റമില്ലാതിരിക്കുന്ന പരമമായ സത്യം, അതിനെ നമുക്ക് അന്വേഷിക്കാം. അപ്പൊ അതേ ഉള്ളൂ, സത്യവസ്തു ഒന്നേ ഉള്ളൂ. അതാണ് സത്യം പരം ധീമഹി. അത് തന്നെ പറഞ്ഞു, ബ്രഹ്മസത്യം ജഗൻ മിഥ്യ. ബ്രഹ്മം ഒന്ന് മാത്രമേ സത്യമായിട്ടുള്ളൂ, ബാക്കി കാണുന്നത് മുഴുവൻ മിഥ്യകളാണ്, ഭ്രമമാണ്, അല്പകാലത്തേക്കുള്ളതാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്വേഷിക്കാൻ പോകുന്ന ആരെയാ? സത്യമായിരിക്കുന്ന ബ്രഹ്മത്തെയാന്നർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏത് സച്ചിദാനന്ദ രൂപായ, ഇന്നലെ പറഞ്ഞില്ലേ, ഇവിടെ അന്വേഷിക്കുന്നത് ആരെയല്ല. ഇവിടെ ഗുരുവായൂരപ്പനെന്നോ കൃഷ്ണനെന്നോ ഒന്നും പേര് കൊടുത്തില്ല. പരമമായിരിക്കുന്ന സത്യത്തെ നമുക്ക്, അതിന് നിങ്ങൾക്ക് കൃഷ്ണൻ എന്ന് പറയാം, ഗുരുവായൂരപ്പൻ എന്ന് പറയാം, ക്രിസ്തു എന്ന് പറയാം, നബി എന്ന് പറയാം. നിങ്ങൾക്ക് ഇനി ലോകത്ത് ഏതെല്ലാം പേരുണ്ടോ അതെല്ലാം കൊടുത്തു, ഇവിടെ ഒരു പ്രശ്നവുമില്ല. അപ്പൊ പരമമായിരിക്കുന്ന സത്യത്തെ അന്വേഷിക്കാം. ഈ അന്വേഷണം നടത്തുമ്പോൾ രണ്ട് രൂപത്തിൽ അന്വേഷിക്കാം. എങ്ങനെ? അന്വയാത് ഇതരദശ്ച അർത്ഥേഷു അഭിജ്ഞാസ്വരാട്. ഇതിനെ അന്വേഷിക്കുമ്പോൾ രണ്ടു മാർഗത്തിലും അന്വേഷിക്കുമ്പോൾ ഇത് ഏത് രൂപത്തിലാണ് കുടികൊള്ളുന്നത് നമുക്കറിയാം. ഒന്ന് അന്വയ രൂപത്തിൽ ചിന്തിക്കുക, മറ്റൊന്ന് വ്യതിരേകം. പണ്ട് 10ാം ക്ലാസ് വരെ പഠിച്ച പഴയ ആളുകൾക്ക് അറിയാം, ഇങ്ങനെ അലങ്കാരം എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടുണ്ടോ? അന്വയവും വ്യതിരേക അലങ്കാരം തന്നെയുണ്ട് അല്ലേ? അന്വയിക്കുക, വ്യതിരേക. അതുകൊണ്ട് ഇത് പിന്നെ ഗുണമുണ്ട്, വേറൊരു ഗുണമുണ്ട്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ തലനിറച്ച നിങ്ങളായതുകൊണ്ട് ഇത് പഠിച്ചിട്ടുണ്ടാവും. തലനിറയ്ക്കാത്ത ആരും ഇവിടെ കാണുന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ പറയുമ്പം മനസ്സിലാവും. അപ്പൊ അന്വയ രൂപത്തിൽ ചിന്തിച്ചാലും വ്യതിരേകം. എന്താണ് അന്വയം? കാര്യവുമുണ്ട്, കാരണവുമുണ്ട്. ശ്രദ്ധിച്ചിരിക്കണം, ഒന്നാം തരം വേദാന്ത. കാര്യവുമുണ്ട്, കാരണവുമുണ്ട്. കാര്യത്തോട് കാരണം ചേർന്നിരിക്കും. അപ്പോഴുള്ള കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, കാര്യത്തെ അറിയും, കാരണത്തെ മറക്കും. മനസ്സിലായല്ലോ? കാര്യവുമുണ്ട്, കാരണവുമുണ്ട്. കാര്യം കാരണത്തോട് ചേർന്നിരിക്കും. കാര്യം കാരണത്തോട് ചേർന്നിരിക്കുമ്പോൾ കാരണത്തെ അറിയില്ല, കാര്യം മാത്രം കാണും. ഈ രൂപത്തിലുള്ള ചിന്തയിലൂടെ അവസാനം കാരണമാണുള്ളത് എന്നറിയുന്നതിന് പറയുന്ന പേരാണ് അന്വയം. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. രണ്ടുദാഹരണം പറയാം. ആദ്യം ഇത്തിരി വേദാന്ത ഉദാഹരണം പറയാം, അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഉദാഹരണം പറയാം. അപ്പം മനസ്സിലാവും. അതായത് ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് കയറി ചെല്ലുക, സന്ധ്യ രാത്രിയായി. ഗേറ്റ് തുറന്നു, അങ്ങോട്ട് അകത്തോട്ട് കയറാൻ പോവാ. അപ്പോഴാണ് ഞാൻ കണ്ടത്, ഗേറ്റ് കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാമ്പ് കിടക്കുന്നു. ഭയന്ന് വിറച്ചുപോയി. ഞാൻ ഓടി വീട്ടിലേക്ക് ചെന്ന ടോർച്ചും വലിയൊരു വടിയും എടുത്തുകൊണ്ടുവന്നു. ആരെ കൊല്ലാൻ? പാമ്പിനെ കൊല്ലാൻ. ടോർച്ചടിച്ചു നോക്കി, വടിയോങ്ങി, കാണുന്നത് പാമ്പ് അവിടെ ഇല്ല. പിന്നെ ഇത്രയും നീളത്തിലൊരു കയറായിരുന്നു. അപ്പൊ കിടക്കുന്ന കയറിനെ കണ്ടിട്ട് ഇരുട്ടത്ത് പാമ്പാണെന്ന് ധരിച്ചു. ആട്ടെ, ഇവിടെ കാര്യമാരാ? അറിഞ്ഞ കാര്യം പാമ്പാ. ഈ പാമ്പിന്റെ കാരണക്കാരനാരാ? മനസ്സിലായോ? ഈ കാരണം ആരോട് ചേർന്നു പോയി? പാമ്പിനോട്. പാമ്പെന്ന കാര്യത്തോട് കാരണമായിരിക്കുന്ന കയറ് ചേർന്നപ്പോൾ കാരണത്തെ അറിഞ്ഞില്ല, കാര്യത്തെ മാത്രം അറിഞ്ഞു. മനസ്സിലായോ? കയറിനെ അറിഞ്ഞില്ല, ആരെ അറിഞ്ഞത്? പാമ്പിനെ. എന്തുകൊണ്ടാ അങ്ങനെ തോന്നിയത്? അത് ഇരുട്ടാ കാരണം. ഇരുട്ടുകൊണ്ട് ഇതിനെ കണ്ടില്ല. പിന്നീട് ഇത് കയറാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എപ്പോഴാ?
ടോർച്ചടിച്ചു, വെട്ടം. ഈ വെട്ടത്തിന് പറയുന്ന പേരാണ് ജ്ഞാനം, ഇരുട്ടിന് പറയുന്ന പേരാണ് അജ്ഞാനം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അജ്ഞാനത്തിലിരിക്കുമ്പോൾ ഉള്ളതിനെ അറിയാതെ ഇല്ലാത്തതിനെ കൊണ്ടു നടക്കും. എപ്പോഴാണോ ടോർച്ച് അടിക്കുന്നത് അപ്പോൾ ഇല്ലാത്ത വസ്തു മാറിയിട്ട് ഉള്ളതിനെ തിരിച്ചറിയും. ഇതിന് പറയുന്ന പേരാണ് ജ്ഞാനം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നോട്ട് നമ്മൾ ടോർച്ച് അടിക്കാൻ പോവുക. മനസ്സിലായോ? അപ്പൊ ഈ ഭാഗവതമാണ് ടോർച്ച്, ജ്ഞാനം. ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉള്ളതെന്താണെന്നും ബാക്കിയൊക്കെ വെറും ഭ്രമമാണ് എന്നുള്ളത് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇതുവരെ ഉണ്ടായിരിക്കുന്ന ഈ കാണുന്ന കാര്യങ്ങളൊന്നുമില്ല. യഥാർത്ഥത്തിൽ ആരേ ഉള്ളൂ? കാരണമായിരിക്കുന്ന വസ്തു മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം ഉണ്ടായതാണെങ്കിൽ പറയോ നശിക്കും. ഉള്ളത് ഇപ്പം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഉള്ളത് ഏത് മാത്രം? ഈ ഈശ്വരൻ. അതെന്തു വലിയ ആട്ടോ. ബാക്കി നമ്മൾ ഉണ്ടായതെല്ലാം നശിക്കും. പക്ഷെ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, മുമ്പേ പറഞ്ഞ ഈ അജ്ഞാനത്തിൽപ്പെടുന്നത് കൊണ്ട് നമ്മൾ കാണുന്നതിനെ വിശ്വസിക്കൂ, കാരണത്തെ നമ്മൾ അറിയില്ല. രാവിലെ ഇഡ്ഡലി കഴിച്ചായിരുന്നു എല്ലാവരും. പ്ലേറ്റിൽ കൊണ്ടുവന്ന് ഇഡലി വെച്ചു. കണ്ടത് എന്തിനെയാ? ഇഡലിയാ. അതിന് പേരും കൊടുത്തു, എന്താ? ഇഡലിന്ന്. ആട്ടെ, ഈ ഇഡലി ആകുന്നതിന് മുമ്പ് ഇതാരായിരുന്നു? നിങ്ങൾ ഇഡലിയും കഴിച്ചിട്ടില്ല. മാവായിരുന്നു അല്ലേ? മാവാകുന്നതിന് മുമ്പ് അരി ഉഴുന്നുവാ, സംശയമൊന്നുമില്ല. ഇന്ന് വരെ ഇഡലി കൊണ്ടുവച്ചിട്ട് പറയോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു അരി ഉഴുന്നുവാന്ന് പറയുവോ? എന്താ കാര്യം? കാര്യത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ കാരണത്തെ മറന്നു. ഇന്നിപ്പോ നല്ല ജോലിയൊക്കെ ആയി, കാര്യമൊക്കെ ആയി, അതുകൊണ്ട് കാരണക്കാരനെ മറന്നു. അതുകൊണ്ട് എവിടെ കൊണ്ടാക്കി? മനസ്സിലായില്ല? എന്നാ വേണ്ട, മനസ്സിലാവണ്ട. ഇനി മറ്റൊരു അപ്പൊ നോക്കുക, ഈ രൂപത്തിൽ ചിന്തിക്കുമ്പോഴും ഈ ജഗത്താകുന്ന കാര്യം ഇതുണ്ടാകാനായിട്ടുള്ളത് ഒരു കാരണമാണ്. അതാരാണ്? പരമമായിരിക്കുന്ന സത്യമാണ് എന്ന്. ബാക്കി ഉണ്ടാക്കി ഈ കാണുന്ന ജഗത്തായി കാണുന്നതല്ല, വെറും ഭ്രമമാണ്. ഈ രൂപത്തിൽ ഇനി മറ്റൊരു രൂപം, അതിന് പറയുന്നവരാണ് വ്യതിരേകം. ഈ രൂപത്തിൽ ചിന്തിച്ചാൽ കാരണമുണ്ട്, പക്ഷേ ഉണ്ടായ കാര്യവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. എന്ന് പറഞ്ഞാൽ ഈ ജഗത്തെന്ന് പറയുന്ന കാര്യം, ഈ കാര്യം ഉണ്ടാവാനായിട്ടുള്ള കാരണം കയറ്, പാമ്പിനുണ്ടായപ്പോ. അങ്ങനെയാണെങ്കിൽ ജഗത്തെന്ന കാര്യം ഉണ്ടാവാൻ കാരണക്കാരൻ ഈ ഭഗവാൻ. പക്ഷേ ഈ ജഗത്തുമായിട്ട് യാതൊരു ബന്ധവും മാറി നിൽക്കുന്നു. ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ ജഗത്തിന്റെ ഒന്നും ആരല്ല, ഒരു ബന്ധവുമില്ല. ഏതുപോലെ? ഇപ്പൊ പറഞ്ഞ ഉദാഹരണം പോലെ, കാര്യം പാമ്പ്, കാരണം കയറ്. ഇവിടെ ഈ കയറും പാമ്പും കൂടെ വല്ല ബന്ധമുണ്ടോ? കയർ അവിടെ കിടന്നു, പാമ്പിനെ വേറെ രൂപത്തിൽ നമ്മൾ കണ്ടു. ഈ രൂപത്തിൽ ചിന്തിക്കുമ്പോഴും ഈ ജഗത്തെന്ന് പറയുന്നത് ഉണ്ടാക്കിയത് ആ ഭഗവാനിൽ നിന്നുമാണെങ്കിൽ ആ ഭഗവാൻ കാരണമായിരിക്കുന്നതിന് ഈ കാര്യവുമായ ജഗത്തുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അങ്ങനെയുള്ള ഇതാണ് പരമമായിരിക്കുന്ന ആ സത്യം. ആ സത്യം എങ്ങനെ ഇരിക്കുന്നു? അന്വേഷിച്ചു പോകുമ്പോൾ അർത്ഥേഷു അഭിജ്ഞഃ, സകല അർത്ഥങ്ങളിലും, അർത്ഥങ്ങൾ ജീവജാലങ്ങളിലും സൃഷ്ടികളിലും എങ്ങനെ കൊള്ളുന്നു? അഭിജ്ഞഃ, പേരായിട്ടാ കുടികൊള്ളുന്നത്. അർത്ഥേഷു അഭിജ്ഞ. അതെന്താ? സകല വസ്തുക്കളിലും പേരായിട്ട്. അപ്പൊ എൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഈ ഈശ്വരൻ ഉണ്ട്. ഏത് രൂപത്തിലാ? എൻ്റെ പേരായിട്ട്. രാമ
ചന്ദ്രൻ എന്നാ പേര്. അപ്പൊ എൻ്റെ ഉള്ളിലുള്ള ഈ ചൈതന്യം എങ്ങനെയായിരിക്കുന്നത്? ആരെങ്കിലും ഈ രാമചന്ദ്രനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? പക്ഷെ നമ്മൾ ഈ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെയാ? ഇന്നലെ പറഞ്ഞു, സാറ് പറഞ്ഞതാ. അതെന്നെ വിഷയം. എന്റെ ശരീരം, ഞാൻ ആരല്ല, ശരീരമല്ല. നിങ്ങളിരുന്നു കൊണ്ട് എന്നെ കാണുന്നു, എന്നെ കണ്ടോ? അടുത്ത ചോദ്യം, എന്നെ കാണുന്നുണ്ടോ? ഉണ്ടോ? എവിടെ, എങ്ങനെയാ കണ്ടത്? എന്നെ ആരും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല നിങ്ങളെ ആരെയും. പക്ഷെ നിങ്ങൾ കണ്ടത് എൻ്റെ ശരീരമാണ്. എൻ്റെ ശരീരമാണോ ഞാൻ? ആണോ? നിങ്ങളുടെ ശരീരം എന്നാ പറയാ. അപ്പൊ നിങ്ങളുടെ ശരീരമാണെങ്കിൽ നിങ്ങളെ ശരീരമല്ല. ഉദാഹരണം പറയാം, എൻ്റെ പുസ്തകം അല്ലേ, ഞാൻ പുസ്തകമാണോ? അല്ല. എൻ്റെ കൈ, ഞാൻ കൈയാണോ? എൻ്റെ കാല്, ഞാൻ കാലാണോ? ആണോ? അല്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു അക്ഷരം കൂടെ ചേർത്ത് വീട്ടിൽ അമ്മയൊക്കെ വിളിക്കാറുണ്ട്. എൻ്റെ മനസ്സ്, ഞാൻ മനസ്സാണോ? അല്ല. എൻ്റെ ബുദ്ധി, ഞാൻ ബുദ്ധിയാണോ? അല്ല. ആ വാർത്ത കേട്ടപ്പോൾ എൻ്റെ ജീവൻ അങ്ങ് പോയി. എൻ്റെ ജീവൻ. അപ്പൊ പിന്നെ ആരാ ഞാൻ? ആ ഞാനിനി പറയുന്ന പേരാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര്. ഇന്ന് വരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഓർത്തോളുക ഈ ഞാനിന് പറയുന്ന ഈ ചിന്ത. അപ്പോ ലോകത്ത് രണ്ട് വിഷയങ്ങളാണുള്ളത്, ദൃക്കും ദൃശ്യവും. നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് എന്നെ കാണുമ്പോൾ ഞാൻ ദൃശ്യമാകുന്നു. ഞാൻ നിങ്ങളെ കാണുമ്പോഴോ നിങ്ങൾ ദൃശ്യമാവും. നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾ ദൃക്ക്, ഞാൻ ദൃശ്യം. ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ദൃശ്യം, ഞാൻ ദൃക്ക്. അപ്പൊ യഥാർത്ഥത്തിലുള്ളത് ആര് മാത്രമേ ഉള്ളൂ? ദൃക്കും ദൃശ്യം ജഡവാ, ദൃക്ക് ചൈതന്യവുമാ, കാണുന്നവനും കാണപ്പെടുന്ന വസ്തു. അതുകൊണ്ട് ഓരോ ശരീരത്തിലും നാമം കൊണ്ട് ആരെയാണോ ഉദ്ദേശിക്കുന്നത് ആ ആള് തന്നെയാണ് ആര്? പരമമായിരിക്കുന്ന സത്യം. അതെങ്ങനെയാണ്? അഭിജ്ഞ സ്വരാട്, അയാള് സ്വയം പ്രകാശിക്കുന്നവനുമാണ്. എന്ന് പറഞ്ഞാൽ അയാളെ ആരും പ്രകാശിപ്പിക്കേണ്ട കാര്യം ഇല്ല. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ? ഉള്ളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടെങ്കിൽ ഇപ്പൊ കൊണ്ടുപോകും. തിരുവനന്തപുരത്ത് സ്ഥലം ഉണ്ടോ അങ്ങനെ ഒരാള്? നമുക്ക് നോക്കാം.